അപ്പം ദൈവം പറഞ്ഞു, കാളയുടെ പുറകെ പോയവനും കാളയെയും, കാളയ്ക്ക് യാഗപീഠം പണിതവനെയും കാളയെ കണ്ട് ഇളകിയവനെയെല്ലാം ഞാൻ കൊല്ലാൻ പോവുക. വിശേഷിച്ച് അഹരോനെ, നാണം ഭാഷ പറഞ്ഞ അഹരോനെ ഞാൻ തട്ടും. അന്നേരം മോശ പറഞ്ഞു, യോ അങ്ങനൊന്നും ചെയ്യരുത്. വായിച്ചേണ്ട ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 8 മുതലൊന്ന് വായിച്ചേ. അക്കാലത്ത് യഹോവ ലേവി ഗോത്രത്തെ യഹോവയുടെ നിയമപ്പെട്ടകം ചുമപ്പാനും ഇന്ന് വരെ നടന്നു വരുന്നത് പോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും വേർതിരിച്ചു. അതുകൊണ്ട് ലേവിക്ക് അവന്റെ സഹോദരന്മാരോട് കൂടെ ഓഹരിയും അവകാശവും ഇല്ല. നിന്റെ ദൈവമായ യഹോവ അവന് വാഗ്ദത്തം ചെയ്തതുപോലെ യഹോവ തന്നെ അവന്റെ അവകാശം. ഞാൻ മുമ്പിലത്തെ പോലെ 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. ആ പ്രാവശ്യവും യഹോവ എന്റെ അപേക്ഷ കേട്ടു. നിന്നെ നശിപ്പിക്കാതിരിപ്പാൻ യഹോവയ്ക്ക് സമ്മതമായി. പിന്നെ യഹോവ എന്നോട്, നീ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് ജനത്തിന് മുന്നടക്ക, അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം. അപ്പൊ പുറപ്പാട് പുസ്തകവും ആവർത്തന പുസ്തകമൊക്കെ ചേർത്ത് പഠിക്കുമ്പം ആദ്യം 40 ഇരുന്നു, പ്രമാണമായിട്ട് വന്നു. കാളയെ ആളും മേളവും ഓളവും വന്നപ്പം പലക പൊട്ടിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ അഹരോനെ ഇപ്പം നശിപ്പിക്കും, കാളയുടെ പുറകെ പോയവനെയെല്ലാം തീർക്കും. അപ്പോൾ മോശെ അവരെ നശിപ്പിക്കാതിരിക്കാൻ ഒരു 40 കൂടി ഇരുന്നു. 40 കൂടി ഇരുന്നു. ആ പ്രാർത്ഥനയും ദൈവം കേട്ടു. അത് കഴിഞ്ഞപ്പം ദൈവം പറഞ്ഞു, ഇനി പിന്നെയും വരാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും കൽപ്പലകയായിട്ട് എന്ന് വീണ്ടും ഒരു 40 ഇരുന്നു. അങ്ങനെ 3 പ്രാവശ്യം 40 വെച്ച് എന്നാ അല്ലെങ്കിൽ നല്ലതാ ചോദിക്കണ്ടായോ? ആരെങ്കിലും വന്ന് ഊളത്തരം പറഞ്ഞു വെച്ച് പോയാ നിങ്ങള് കസേര നമുക്ക് ഇനി ഉണ്ടോ അച്ഛാ? ഇവിടെ കസേര വെറുതെ ഒത്തിരി കിടപ്പുണ്ടല്ലോ. ഇങ്ങോട്ട് ഇട്ട് കൊടു, അവരിങ്ങോട്ട് വരാൻ പറ. നിങ്ങൾ വന്നാട്ടെ, മുൻപോട്ട് വന്നാട്ടെ. ആണ്ട മൂലയിലെണ്ണം കിടക്കുന്നത്, അത് ഇങ്ങോട്ട്. അങ്ങോട്ട് കൊടുത്തു. ദിവ്യജനചരം ഭവ്യ ഗുണാത്മകം ഭാഗ്യമൃതദായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക ദിവ്യജനേശ്വരം ഭവ്യ ഗുണാത്മകം ഭാഗ്യമൃതദായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക.
വിഗതജര പരദേവ വിഗതജര ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ഭാഗ്യമൃതദായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക ശ്രദ്ധിക്കുക, ഞാൻ വിവരിക്കുന്നില്ല. ഇങ്ങനെ 3 ആവർത്തി 40 വച്ചിരുന്നു. ഈ സമയത്തൊക്കെ ദൈവം മറപൊരുളായിട്ടല്ല സംസാരിച്ചത്, അഭിമുഖമാണ്, സ്പഷ്ടമായിട്ട് നേർക്ക് നേരെ ഇത് മുഴുവൻ വെളിപ്പെടുത്തി കൊടുത്തു. ഇത് മോശയെ എഴുതി. കാരണം 33-ലും 32-ലുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. മോശയോട് ദൈവം പറഞ്ഞു, പിന്നെ നീ പാട്ടിന്റെ വചനമല്ല എഴുതണം. അപ്പൊ അന്ന് എഴുത്തുണ്ട്. ഈ പാട്ടിന്റെ അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. വായിച്ച ആ വാക്യം റെഫറൻസ് ചെയ്യാൻ മറന്നുപോയി. ഒന്ന് വായിക്കുന്നത് നല്ലതാന്ന് എനിക്കും തോന്നുന്നു. 31-ാം അധ്യായത്തിന്റെ 30 വായിച്ചേ. അങ്ങനെ മോശ ഇസ്രായേലിലെ സർവ്വസഭയെയും ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ചൊല്ലി കേൾപ്പിച്ചു. ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ചൊല്ലി കേൾപ്പിച്ചു. ഇനി 33-ാം അധ്യായത്തിന്റെ 22 വായിച്ചേ. ആകയാൽ മോശ അന്ന് തന്നെ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു. അപ്പൊ പാട്ട് എഴുതി അത് പഠിപ്പിച്ചു. 24 വായിച്ചേ. മോശ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതി. അപ്പൊ ഇതൊക്കെ അന്ന് എഴുത്തുണ്ടായിരുന്നു. എഴുതി തീർന്നപ്പോൾ യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരോട് കൽപ്പിച്ചത് എന്തെന്നാൽ ഈ ന്യായപ്രമാണ പുസ്തകം എടുത്ത്. ഇനി 33-ന്റെ 44 വായിച്ചേ. 32-44 വായിക്കുമോളെ. അനന്തരം മോശയും നൂന്റെ മകനായ യോശുവയും വന്ന് ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ജനത്തെ ചൊല്ലി കേൾപ്പിച്ചു. അപ്പൊ ഇവിടെ എല്ലാം എഴുതി ചൊല്ലി കേൾപ്പിച്ചു. എഴുതി വെക്കാൻ പറഞ്ഞു, എഴുതി വെച്ചു. പഠിപ്പിക്കാൻ പറഞ്ഞു, പഠിച്ചു. അവര് പാടി. ഇനി പാട്ടുകാരോട് ഇവര് യോഗ്യമായിട്ടൊക്കെ പാടുന്നു, അഭിനന്ദിക്കുന്നുണ്ട്. പാട്ടിനകത്ത് വചനം വേണം. അതും വചനപ്രകാരമുള്ള പാട്ടുമായിരിക്കണം. ആത്മീക ശുശ്രൂഷയിൽ, ആത്മീക വേദികളിൽ ഇങ്ങനെയുള്ള പാട്ടേ പാടാവൂ. പാട്ടിനകത്ത് വചനം വേണം. ആ വചനം ഉപദേശം തെറ്റാത്ത വചനമായിരിക്കണം. വചനപ്രകാരമുള്ള പാട്ടുമായിരിക്കണം. അത് പഠിപ്പിക്കുകയും ചെയ്യണം, പാടുകയും ചെയ്യണം, കേൾക്കുകയും ചെയ്യണം. പാടി പഠിപ്പിച്ചു, അതങ്ങനെ പോട്ടെ. അപ്പൊ അന്നേ എഴുത്തുണ്ടായിരുന്നു. മോശയെ കൊണ്ട് ദൈവം ഇതെല്ലാം എഴുതിപ്പിച്ചു. അപ്പൊ ഈ ആദ്യത്തെ 5 പുസ്തകവും മോശെ എഴുതിയതാണ്. അത് നമുക്ക് ഭാഗം വിട്ടേക്കാം. അങ്ങനെ മോശെ ദൈവം പറഞ്ഞു കൊടുത്തു. അതെല്ലാം മോശെ എഴുതി വെച്ചു. അത് കണ്ടതുപോലെ എഴുതി വെച്ചേക്കുന്നത്. ഇന്ന് വരെ തിരുത്തേണ്ടി വന്നിട്ടില്ല. അതാ ഇതിന്റെ വിശേഷത. മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അത് 1600 കൊല്ലം കഴിഞ്ഞ് വെട്ടേണ്ടി വന്നിട്ടില്ല, തിരുത്തേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ പിന്നെയും ഒരു 2000 കൊല്ലവും കൂടെ
കഴിഞ്ഞു, തിരുത്തേണ്ടി വന്നിട്ടില്ല. അതാ ഈ പുസ്തകത്തിൻ്റെ വിശേഷത. അതങ്ങനെ തന്നെ ദൈവമാണ് പറഞ്ഞു കൊടുത്തത്. മോശ കണ്ടില്ല മണ്ണെടുത്തതും കുഴച്ചതും ആദമിനെ സൃഷ്ടിച്ചതും, ദൈവം പറഞ്ഞു കൊടുത്തു. അതങ്ങനെ എഴുതി. അത് ഇന്നും അങ്ങനെ തന്നെ, എന്നും അങ്ങനെ തന്നെ. മണ്ണിൽ നിന്നാണ് എടുത്തത്. ഇനി ന്യായമായ തെളിവുണ്ടല്ലോ. ഇപ്പോഴും നമുക്ക് 10 സെന്റ് കൂടെ എഴുതാനല്ലേ ആഗ്രഹം. എന്നാൽ ഉള്ളത് കൊണ്ട് മതി, ഇനി വേണ്ട. ഓ, ഇത് കിട്ടിയ എന്നാ വണ്ടിയെ പോകുമ്പോൾ, യാത്ര പോകുമ്പോഴൊന്നും നല്ല സ്ഥലമാണെന്ന് തോന്നല്ലയോ? കണ്ടോ, ഇതിൽ നിന്ന് എടുത്തത് കൊണ്ട് ഭയങ്കര ആഗ്രഹമാണ്. പാട്ടൊക്കെ നമ്മൾ പാടും, മണ്ണേ പ്രതി മാണിക്യം. മണ്ണിൻ്റെ ചേരുവകളെല്ലാം ശരീരത്തിലും ഉണ്ടല്ലോ. അതിലെ പണ്ട് ആശുപത്രിയിലൊക്കെ പോകുന്നവർ ചെല്ലുമ്പോൾ ആ ഡോക്ടറെ കണ്ണിൽ ഇരുട്ട് കയറുന്നു. എന്നാ പറയാ, ശരീരമെല്ലാം കിലുകിലിക്കുന്നു. എന്നാൽ അവിടെ ഇരിക്കാൻ പറഞ്ഞ ഡോക്ടറെ നാക്ക് നീട്ടിക്ക്, ഒരു ടോണിക്ക് തരാൻ പോവുക. എന്തിൻ്റെയാ? ഇരുമ്പില്ല. ഉടനെ നമ്മൾ പിക്കാസ് കാച്ചി പഠിപ്പിച്ച് കുടിക്കുക. അപ്പോൾ ഈ മണ്ണിനകത്ത് ഇരുമ്പുണ്ട്, ഇരുമ്പിൻ്റെ അംശം വേണം, അത് കുറവാ. അതിനുടനെ ടോണിക്ക്. എല്ലാത്തിനും അങ്ങനെ ടോണിക്കുണ്ട് മരുന്നെടുക്കുന്നവർക്ക്. എന്നാ മോനെ? എനിക്ക് ഇംഗ്ലീഷ് വലിയ വശമില്ല, അതാ ഇരുമ്പെന്നങ്ങ് പറഞ്ഞത്. ഞങ്ങളുടെ ഒരു അച്ചായനെ ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ വീടാണ്. അപ്പം മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയപ്പം അല്പം കരിഞ്ഞു. അപ്പം ഞാനും ഉണ്ട്. കൊച്ചമ്മ ഇത് വിളമ്പി തന്നപ്പം ഇച്ചിരി കരിഞ്ഞു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, എന്തുവാടി ഇത് കരിഞ്ഞല്ലോടി, നീ ഇതങ്ങ് കരിഞ്ഞല്ലോ. എന്നാൽ പുള്ളിക്കാരൻ പറഞ്ഞു, ഇച്ചിരി കരിയൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞു. അതിനെന്നാ മോനെ ഇംഗ്ലീഷിൽ? കാർബൺ. ഇച്ചിരി കരിയല്ല ആവശ്യമാണ്. അപ്പോൾ പുള്ളി രസികനാ. ഉടനെ പുള്ളി പറയാ, എന്നാ നീ ഒരു കാര്യം ചെയ്യരായമ്മേ, ഒരു 5-6 ചിരട്ട കരിച്ചേച്ച് തല്ലി പൊട്ടിച്ച് കരിച്ചേച്ച് തേങ്ങാപ്പീര ഇട്ട് എനിക്ക് ഒലത്തി തരാൻ. കാരണം എനിക്ക് കരി. അപ്പൊ ഈ മണ്ണിനകത്ത് ഉള്ളതൊക്കെ ഈ ശരീരത്തുണ്ട്. തന്നെയല്ല, അങ്ങോട്ട് അടക്കി കഴിയുമ്പം മണ്ണുമായിട്ട് ചേരുമല്ലേ. കൂട് കിടക്കും പോലാണോ? മിണ്ടുന്നില്ല. അല്ല, കുറച്ച് നാൾ കഴിഞ്ഞ് എന്ന് നോക്കുമ്പോൾ ഈ മാംസമേ മണ്ണുകൊണ്ടല്ലേ ചേർന്നു. ഇത് മണ്ണിൽ നിന്ന് എടുത്തതാ. ആട്ടെ. അപ്പൊ ഈ ആദ്യത്തെ പുസ്തകം 5 പുസ്തകം മോശെ എഴുതിയ പുസ്തകമാണ്. അപ്പൊ അതിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയതാ. പക്ഷെ എഴുതിയാൽ ഇത് വായിച്ചാൽ തോന്നും 2 ഒരാൾ എഴുതിയത് പോലെ. കാരണം ഉൽപ്പത്തി പലതിൻ്റെ ആരംഭവും വെളിപ്പാട് പുസ്തകം പലതിൻ്റെ അവസാനമാണ്. ഞാനെപ്പോഴും പറയും, ഉൽപ്പത്തി പുസ്തകം എപ്പോഴും പറയുന്നതാ, ഉൽപ്പത്തി 50 അധ്യായമാണ് അല്ലേ? 50 അല്ലേ? 50 അധ്യായം. 1-ാം അധ്യായം സൃഷ്ടിവൃത്തം, 2-ാം അധ്യായം ഏദൻ തോട്ടം ദൈവം സൃഷ്ടിച്ച് ഇവരെ ആക്കുക, 3-ാം അധ്യായം പാപം പ്രവേശിക്കുന്നു, 4-ാം അധ്യായം കയ്യൻ ഹാബേലിനെ കൊന്നു, 5-ാം അധ്യായം സെമിത്തേരുടെ അധ്യായം എന്ന എല്ലാവരും മരിച്ചെന്ന, 6-ാം അധ്യായം നോഹയ്ക്ക് കൃപ ലഭിച്ചെന്ന് ജനത്തിൻ്റെ പാപം, 7 പെട്ടകം പടന്ന്, 8-ാം അധ്യായം വെള്ളപ്പൊക്കം, പെട്ടകം ഉറച്ചു, 9-ാം അധ്യായം പെട്ടകത്തിൽ നിന്ന് വെളിയിലിറങ്ങി, 10-ാം അധ്യായം ചരിത്രമാണ് നിമ്രോദ്, 11-ാം അധ്യായം ബാബേൽ ഗോപുരം, 12 അബ്രഹാമിൻ്റെ യാത്ര, 13 ഇവർ തെക്കേദേശത്ത് വന്നു, 14-ാം അധ്യായം യുദ്ധമാണ്, 15 ഏകപക്ഷീയമായ ഉടമ്പടി, 16 ഹാഗറിൻ്റെ ഓടിപ്പോക്ക, 17 മമ്രയുടെ പരിച്ഛേദന നടക്കുന്നു, 18 മമ്രയുടെ തോപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നു, 19 സോദോം ദഹനം, 20 ശൂറിൽ വന്നത്, 21 ഹാഗറിൻ്റെ ഓടിപ്പോക്കൊക്കെയാണ് നമുക്കറിയാം, 22 അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിൻ്റെ ബലി, 23 സാറയുടെ മരണം, 24 ഇസഹാക്കിൻ്റെ കല്യാണം, 25 കെതൂറയും സന്തതി പരമ്പരകളും, 26 ഇസഹാക്കിൻ്റെ ചരിത്രം ആരംഭിക്കുക, 27 അവര് യാത്ര ചെയ്ത്
മിസ്രൈമിലൊക്കെ വരുന്നത്. 28 യാക്കോബിനോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളാണ്. 29 ഓടിപ്പോക്കും, 30 യാത്ര ചെയ്ത് വന്നത്, 31 പത്തനാരാമിലെത്തിയത്, 32 അവിടെ നിന്നുള്ള തിരിച്ചുപോക്കും, 33 ഇവര് സുക്കോത്തിലെത്തിയത്, 34 ഷിമിയോനും ലേവിയും പോയി വാളെടുത്ത് വെട്ടിയത്, 35 രൂപന്റെ ഭാവവും, 36 ഏദോമിന്റെ ചരിത്രവും, 37 മുതൽ പിന്നെ യോസേപ്പിന്റെ ചരിത്രം 50 അധ്യായം വരെ. അപ്പൊ ഇങ്ങനെ ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, വായിക്കുന്നവർക്കറിയാം. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ ദൈവത്തിൽ ആരംഭിക്കുന്ന ദൈവം. വായിച്ചേ മോളെ, 1:1. അതാ മൈക്ക് കൂടെ ഒന്ന് വായിക്കും മോളെ. ആദിയിൽ ദൈവം. ഒന്നുകൂടെ വായിച്ചു. ആദിയിൽ ദൈവം. മതി. അപ്പോൾ ഉൽപ്പത്തി 1-ാം അധ്യായം ദൈവത്തിലാ തുടങ്ങുന്നത്. ആദിയിൽ ദൈവത്തിൽ ആരംഭിച്ചത്. പക്ഷേ 50-ാം അധ്യായത്തിന്റെ ഒടുവിൽ വായിക്കുമ്പം ശവപ്പെട്ടി തീർന്നു. 50-ന്റെ ഒടുവിലത്തെ വാക്യം വായിച്ചേ മോളെ. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. തീർന്നു. ശവപ്പെട്ടി കൊണ്ട് തീർന്നു. ദൈവത്തിലാ തുടങ്ങിയത്, നിന്നത് ശവപ്പെട്ടില്. ഇതിനകത്തൊരു ചിന്തയുണ്ട്. ഏത് മനുഷ്യനും ഒടുവിൽ ഇവിടെ വന്ന് തീരുക. അതുകൊണ്ട് എൻ്റെ അഭിപ്രായമാണ്, നേരത്തെ തന്നെ ഒരു ശവപ്പെട്ടി മേടിച്ചു വെക്കുന്നത് നല്ലതാണ്. എൻ്റെ അഭിപ്രായമാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ച് വെക്കാമല്ലോ. കൊച്ചുങ്ങളാകുമ്പം അവർ 10 രൂപ വിലയുടെ ഒന്നും വേണ്ട, വേറെ കാര്യമുണ്ടെന്ന് പറയും. അപ്പം നമ്മൾ ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് ഉണ്ടാക്കിയിട്ടിരിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 2 പെട്ടി മേടിച്ച് നാളെ ഞാൻ പ്രശ്നം അമ്മ വെച്ചത് എവിടെ കൊണ്ട് വെക്കുമെന്ന് ഞാൻ പറഞ്ഞ, അമ്മ ആ തുണിയലമാരി ഇരിക്കുന്നതിന് സൈഡിൽ തന്നെ വെച്ചേക്കണം. തുണി എടുക്കാൻ ചെല്ലുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഒന്ന് കാണുന്നത് നല്ലതാ. എന്നോട് അമ്മ ചോദിച്ചാൽ എവിടെ കൊണ്ട് വെക്കുമെന്ന്. ശവപ്പെട്ടിയെ ഒക്കുന്നെങ്കിൽ ബെഡ്റൂമിൽ തന്നെ വെക്കുന്നതാ. രാവിലെ എഴുന്നേൽക്കുമ്പോഴൊന്ന് കാണാം, വൈകിട്ട് കിടക്കാൻ നേരത്തും മിണ്ടുന്നില്ല. മേടിക്കുകയല്ലെന്ന് എനിക്കറിയാം, കാരണം പേടിയാ. നമ്മളെ വീട്ടിലെ സഹോദരിമാർക്കറിയാം, എല്ലാം അത്യാവശ്യമുള്ള കാര്യം. മിക്സി മേടിക്കും, ഗ്രൈൻഡർ മേടിക്കും, ഫ്രിഡ്ജ് മേടിക്കും. ഇതൊന്നുമില്ലെങ്കിലും TV അത്യാവശ്യമായിട്ട് മേടിക്കും. മൊബൈൽ എല്ലാവർക്കും കണ്ണ് കാണാൻ വരാത്ത ആളുകളിൽ ഇരിപ്പുണ്ട് ഒരെണ്ണം. അവരും പഴംപൊരി പിടിച്ചുകൊണ്ട് നടക്കും പോലെ. നമ്മളവർക്ക് അമ്മയുടെ പഴംപൊരിയൊന്നല്ല മൊബൈൽ. അല്ല, ഇതെല്ലാം അത്യാവശ്യമുള്ളതാണ്. പക്ഷെ വളരെ അത്യാവശ്യമായ ശവപ്പെട്ടി ആരെങ്കിലും മേടിച്ചു വെക്കുന്നുണ്ടോ? ഉള്ളവർ ചിലപ്പോൾ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ആരും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മേടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അവൻ വലിയ ബുദ്ധിമാനാ. മനുജ നീ ധനമതു നിന്നെ യാത മനുജ നീ ധനമതു നിന്നെ യാത മനുജ. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, പിരിയുമ്പോൾ അതിനൽ ക്ഷണം പൊട്ടിച്ചാരം. ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ലതാലെ, ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ലതാലെ, പരനെ വേഗം ശരണമാക്കി അരൂപിടണം തരളി മനുജ നീ ധനമതു നിലയാത മനുജ.
ശ്രദ്ധിക്കുക, ദൈവത്തിൽ തുടങ്ങി ശവപ്പെട്ടിയിലാണ് വന്ന് തീർന്നത്. ഇതിനിടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുത്തു. നിങ്ങൾ വേറെ പുസ്തകം പഠിച്ചേ, എന്തെല്ലാം കാര്യങ്ങൾ. കയ്യിന് ഒരു പട്ടണം പണിതു, വലിയ ബിൽഡിങ് കോൺട്രാക്ടറാ. നമ്മൾ പറയത്തില്ല, അയ്യോ പുള്ളി കൊല്ലത്തെ ഏറ്റവും വലിയ ശവപ്പെട്ടിലേ തീരുവുള്ളൂ. ലാമേക്ക് മിടുക്കനാ, 2 ഭാര്യമാരാ, ആദയും സില്ലയും. ഒന്നിനെ കൊണ്ട് തന്നെ നമ്മൾ വശം കെട്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചായി ഒരെണ്ണത്തിനെ കൊണ്ട് നടക്കുന്നേ. അപ്പം അവനെ 2 എണ്ണത്തിനെ കൂളായിട്ട് കൊണ്ട് നടക്കുക, ഭയങ്കര കഴിവാ. അവനും ശവപ്പെട്ടിയില്ല. യവന് 3-4 പിള്ളേരുണ്ടായിരുന്നു. യാബാല്, യൂബാല്, തൂബൽ കയ്യീൻ, ഒരു പെങ്കൊച്ച് നയമാ. എല്ലാം ഭയങ്കര കഴിവുള്ള പിള്ളേരാ. എല്ലാം ഇവിടം കൊണ്ട് തീരുക, ശവപ്പെട്ടി കൊണ്ട്. സ്തോത്രം. എല്ലാവരും, ഞാൻ ആ ഭാഗത്തേക്കെല്ലാം പോകുന്നില്ല, എല്ലാം മിടുമിടുക്കന്മാരെല്ലാം ശവപ്പെട്ടി കൊണ്ട് തീരുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ എന്ത് നേടിയെടുത്താലും, നീ എന്ത് സമ്പാദിച്ചാലും, എന്തെല്ലാം സ്വരൂപിച്ച് വെച്ചാലും, ഒരു ദിവസം ഇതൊന്നുമില്ലാതെ ഇവിടുന്ന് വെറും കൈയായിട്ട് പോകണം. ഈ ചിന്ത, ഈ വിചാരം സദാസമയവും എല്ലാവരെയും ഭരിക്കണം. മരിക്കും. എന്നാൽ ദൈവമക്കൾക്കൊരു പ്രത്യാശ, ശവപ്പെട്ടി കൊണ്ട് തീരുന്നതല്ല. യോസേപ്പ് ഇങ്ങനൊരു കാര്യം പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുക, നിങ്ങളെന്നെ ശവപ്പെട്ടി വെക്കും, പക്ഷേ ഇവിടെ ഇട്ടേച്ച് പോകരുത്, അങ്ങ് കൊണ്ടുപോകണം. നമ്മുടെ പിതാക്കന്മാരെ അടക്കിയ ഒരു സ്ഥലമുണ്ട്. പൂർവ്വ പിതാവാകുന്ന അബ്രഹാമിന്റെ ഗിത്തിനാകുന്ന എബ്രഹാമിനോട് വിലയ്ക്ക് വാങ്ങിയ നിലവും അതിലൊരു ഗുഹ മക്വേല. അവിടെയാണ് നമ്മുടെ പിതാക്കന്മാരെ എല്ലാം അടക്കിയത്. അബ്രഹാമിനെ അവിടെ കിടക്കി, സാറായിയെ അവിടെ കിടക്കി, ഇസഹാക്കിനെ അവിടെ കിടക്കി, റബേക്കായെ അവിടെ കിടക്കി, യാക്കോബിനെ അവിടെ കിടക്കി, ലേയായെ അവിടെ കിടക്കി. എന്നെയും അവിടെ കൊണ്ടുപോകണം. നമുക്കൊരു സ്ഥലമുണ്ട്. ശവപ്പെട്ടി കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് നിങ്ങൾ വേറെ പുസ്തകം പഠിച്ച ഇസ്രായേലും ഇസ്രായേൽ എന്ന് പുറപ്പെട്ടപ്പോൾ ഈ ശവപ്പെട്ടിയും കൂടെ അതും കൊണ്ടുപോയി വരും. ശവപ്പെട്ടി അവരെടുത്തു. ഈ 40 വർഷം മരുഭൂമി കൂടെ പോയപ്പോഴും ശവപ്പെട്ടി. പിന്നെ നിങ്ങൾ വലിയൊരു ശവപ്പെട്ടി കൂടെ കൊണ്ട് നടക്കുമോ? കൊള്ളാം. ശവപ്പെട്ടിയെപ്പറ്റി സ്വപ്നം കണ്ടാൽ മതി, അന്നേരം 21 ഇരിക്കുക. എന്നിട്ട് പറയും, അടിച്ച് പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരാരേലും കൊണ്ടുവന്ന അതിനെ അമ്മാമേ എന്നാന്ന് പറഞ്ഞാൽ ശവപ്പെട്ടി കണ്ട് അതിങ്ങനെ നിൽക്കുന്നു. ഇവർ ഈ ശവപ്പെട്ടിയായിട്ടായി പോക്ക് പോകുന്നു. 40 അല്ല, യാത്രയിൽ ശവപ്പെട്ടി ഉള്ളത് നല്ലതാണെന്നാണ് ഞാനീ പറഞ്ഞേ. ഇവിടെ ശവപ്പെട്ടി ഉണ്ടായിട്ട് ഇവന്മാർ ഗുണമായില്ല ഇല്ലേ? അന്നേരം കിടന്ന് ഒടക്കും ബഹളവും, മോശക്കെതിരെ വെറുതെ അഹരോന്റെ കൊങ്ങായിക്ക് പിടിക്കാൻ ചെല്ലുകയും, ഇവന്മാർ കാളക്കുട്ടി ശവപ്പെട്ടിയും വെച്ചോണ്ടാ കാളക്കുട്ടി. നിങ്ങൾ വേനത്തൊന്നും വായിക്കുന്നില്ലേ? ശവപ്പെട്ടി കൂടെയുണ്ട്. അങ്ങനെ ഇവര് കൊണ്ടുപോയി ശവപ്പെട്ടിക്കകത്താ വെച്ചത്. അപ്പം സാറ് ഒരു വരി ഇങ്ങനെ എഴുതി, അവിടെ ചേർത്താ ഞാൻ പറഞ്ഞത്. ഇവർ മിസ്രൈമിൽ നിന്ന് പോന്നപ്പോളേ, പെട്ടികൾ മേജകൾ കട്ടിൽ ചിച്ചു തൊട്ടും പുട്ടിൽ, പെട്ടികൾ മേജകൾ കട്ടിൽ ചിച്ചു തൊട്ടിൽ അരികിടും പുട്ടിൽ, ചട്ടിമരം കല്ലം കോട്ട നല്ല ചട്ടുറ്റ വട്ടികൾ ചട്ട, ചട്ടിമരം കല്ലം കോട്ട നല്ല ചട്ടുറ്റ വട്ടികൾ, വെട്ടികൾ മേജകൾ കാട്ടിൽ ചിച്ചു തോട്ടിൽ അതികിടം കൂട്ടിൽ, നല്ല ലൊട്ടുലൊടുക്കുകൾ കൂട്ടി, മുട്ടി പിറകതിൽ മട്ടിൽ നല്ല ലൊട്ടുലൊടുക്കുകൾ കൂട്ടി, അട്ടിയടുക്കി ശകേട തിന്റെ തട്ട് തകരുമെന്നോളം, അട്ടിയടുക്കി ശകേട തിന്റെ തട്ട് തകരുമെന്നോളം.
യാത്ര ചെയ്തത്. അങ്ങനെ യോർദാനും കടന്ന് കനാനിലേക്ക് പ്രവേശിച്ച് ആ ഗോത്രത്തിന് യോശുവ ചീട്ടിട്ട ദേശം പകുത്ത് കൊടുത്ത് ഒടുവിൽ യോസേഫിന്റെ മക്കളാകുന്ന മനേശയ്ക്കും എഫ്രയീമിനും അവകാശഭൂമി കൊണ്ട് കൊടുത്തപ്പോൾ അവിടെ കൊണ്ട് യോസേഫിന്റെ അസ്ഥി കുടിച്ചിട്ടു. അവിടെ നിന്ന് പോന്നതാ പ്രത്യേക സ്ഥലത്ത്. എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ ജീവിതം ഇസ്രായേലിൽ പെട്ടിക്കകത്ത് തീരുന്നതല്ല, കനാനിലേക്ക് എത്തുന്നതാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്ക് പഴയ പാട്ടുകളൊക്കെ ഇഷ്ടം. ഇടയ്ക്ക് 2 ശീൽ പാടും. നിങ്ങൾ പറയരുതോ ഇന്ന് പാടായിരുന്നു. വീണ്ടെടുത്തവർ കൂട്ടം കൂട്ടമായി വീണ്ടും വരും സിയോൻ പുരേ, വീണ്ടെടുത്തവർ കൂട്ടം കൂട്ടം വീണ്ടും വരും സിയോൻ പുരേ, ആണ്ടുകൾ പരമാശിച്ച നല്ല ദേശം കാണുവാനായി, ദേശം കാണുവാനായി, ആണ്ടുകൾ പരമാശിച്ച നല്ല ദേശം കാണുവാനായി, ആ ദേശം കാണുവാനായി സിയോൻ രാജനു പാടി ആനന്ദമായി ആനന്ദമായി സിയോൻ രാജനു പാടി ആനന്ദമായി. പുസ്തകങ്ങൾ നടന്നിടാതൊരു ശുദ്ധ പാതയതാകുവേ, പുസ്തകങ്ങൾ നടന്നിടാതൊരു ശുദ്ധ പാതയതാകുവേ, കാട്ടുമൃഗങ്ങൾ കയറിടാതൊരു ജീവപാതയതേ, ജീവപാതയതേ, കാട്ടുമൃഗങ്ങൾ കയറിടാതൊരു ജീവപാതയതേ, ആ ജീവപാതയതേ. സിയോൻ രാജനു പാടി ആനന്ദമായി ആനന്ദമായി. അപ്പൊ ശ്രദ്ധിക്കുക, പെട്ടിക്കകത്ത് തീരുന്ന നല്ല ക്രിസ്തീയ ജീവിതം ഇതിനപ്പുറം ഒരു നിത്യതയുണ്ട്. ഈ രാത്രിയിൽ അതിനായിട്ട് ദൈവം ചിലരെ ഒരുക്കട്ടെ. ഞാൻ ആ ഭാഗമെല്ലാം വിടുക. ഉൽപ്പത്തി പലതിന്റെ ആരംഭം, വെളിപ്പാട് പലതിന്റെ അവസാനം. ഉൽപ്പത്തിയില് പലതും ആരംഭിച്ചു, വെളിപ്പാട് വന്നപ്പോൾ അതെല്ലാം തീരുക. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വെളിപ്പാട് വരുമ്പോ ഇനി ഇല്ലെന്ന സ്തോത്രം. വെള്ളങ്ങളുടെ കൂട്ടത്തിന് സമുദ്രമെന്ന് പേരിട്ട് ഉൽപ്പത്തിയില്. വെളിപ്പാട് വരുമ്പോൾ സമുദ്രം ഇനി ഇല്ല. പകൽ വാഴേണ്ടതിന് വലിയ വെളിച്ചം സൂര്യൻ, രാത്രി വാഴേണ്ടതിന് ഒരു വെളിച്ചം ചന്ദ്രൻ. വെളിപ്പാട് വരുമ്പോൾ ഇനി സൂര്യനും ചന്ദ്രനും വേണ്ട, കുഞ്ഞാടതിന്റെ വെളിച്ചമാണ്. ഉൽപ്പത്തിയിൽ നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. വെളിപ്പാട് വന്ന പറയാ ഇനി യാതൊരു ശാപവും ഇല്ല. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ കരച്ചില് തുടങ്ങി, കരച്ചില്. വെളിപ്പാട് വന്നപ്പോ ഇനി കണ്ണുനീരില്ല. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല. അപ്പം ഉൽപ്പത്തിയിൽ പലതിന്റെ ആരംഭമാ, വെളിപ്പാടിൽ പലതിന്റെ അവസാനമാ. ആട്ടെ, നമ്മൾ ഇന്ന് രാത്രി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10 വായിച്ചത്. ഇടയ്ക്ക് കയറി പറയുക, ഈ തിരുവചനം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിക്കുമ്പോൾ ഇതിനകത്ത് പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തി നസ്രായനാകുന്ന യേശു ക്രിസ്തു, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. ഇതിലെ പ്രധാന വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ആ ഭാഗത്തേക്ക് പിന്നെ വരാം. ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ ഒടുവിലത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളാണ്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. അപ്പോസ്തലന്മാരിൽ അന്ന് പ്രായം കൊണ്ട് വളരെ ചെറുപ്പവും ഏറ്റവും ഒടുവിൽ മരിച്ചയാളും ദീർഘവർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചയാളാണ് യോഹന്നാൻ അപ്പോസ്തലൻ. അന്നത്തെ കാലത്ത് അപ്പോസ്തലനെ 12 പേരെ തിരഞ്ഞെടുത്തപ്പോൾ അവരെല്ലാം വളരെ പ്രായം കൊണ്ട് ചെറുപ്പമായിരുന്നു. യോഹന്നാൻ 2 ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാരിൽ പ്രഥമനാ യോഹന്നാൻ. 3 ഏറ്റവും ഒടുവിൽ മരിച്ചയാളും യോഹന്നാൻ തന്നെയല്ല. അങ്ങനെ വലിയ രക്തസാക്ഷി മരണവും അല്ല. ഇതൊക്കെ യോഹന്നാന്റെ ചില വിശേഷതകളുണ്ട്. തന്നെയല്ല, യേശുക്രിസ്തുവിന്റെ ബന്ധുവും കൂടായിരുന്നു ഈ യോഹന്നാൻ അപ്പോസ്തലൻ. യേശുവിന്റെ അമ്മ മറിയം, യോഹന്നാന്റെ അമ്മ ശലോമ. ശലോമയും മറിയവും
ജ്യേഷ്ഠത്തി അനിയത്തിയ. അതുകൊണ്ട് കല്യാണത്തിന് അവിടെ നേരത്തെ അമ്മ എന്നത് അല്ല, അമ്മേനെ മധ്യസ്ഥതയ്ക്ക് നിർത്താൻ നേരത്തെ കയറ്റിയതല്ല. അമ്മ വീട്ടിൽ വരണം, മിക്കവാറും ഏതെങ്ങാനും തീർന്നു പോയ അമ്മ വേണം ഇടയ്ക്ക് നിന്നേച്ച്. അമ്മ ഇടയ്ക്ക് കയറി പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചീറ്റിപ്പോയി. അമ്മയ്ക്ക് നല്ല ബോധമുള്ള അമ്മയാ. ബോധമില്ലാത്ത ധാരാളം അമ്മമാരുണ്ട്, കൊല്ലത്തുമൊക്കെ ഉണ്ട് ഇല്ലേ? ഇത് കൊല്ലം ജില്ലയല്ലേ? ബോധമില്ലാത്തതള്ള എത്രയോ ബോധക്കാടുള്ള തള്ളമാരാ കൊല്ലത്ത്. അമ്മ കൊല്ലത്ത്, അമ്മ ഇതെവിടെ ഇത് അമ്മ കാരിക്കൽ. വെറുതെ തല്ലി പഠിക്കരുത് ഈ പ്രായത്തിൽ. ഞാൻ എൻ്റെ പരുവത്തിന് കൈകാര്യം ചെയ്തോളാം. യേശുവിൻ്റെ അമ്മയ്ക്ക് നല്ല അറിവുള്ള അമ്മയാ. മധ്യസ്ഥതയ്ക്ക് എന്നപ്പം പറഞ്ഞു വീഞ്ഞ് തീർന്നെന്ന് മോനോട്. ഉടനെ മോൻ ചോദിച്ചേ, എന്തിനാ ഇടയ്ക്ക് നിൽക്കുന്നേ? സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ന് പറഞ്ഞ് ബന്ധമില്ലെന്നല്ല, നീ എൻ്റെ അമ്മയാ, പക്ഷെ ഈ ശുശ്രൂഷയുടെ കാര്യത്തിൽ കയറി ഇടയ്ക്ക് നിൽക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ അമ്മയ്ക്ക് നല്ല വിവരമുള്ള അമ്മയാണ്. അമ്മയ്ക്ക് മനസ്സിലായി ഇത് വിജയിക്കത്തില്ല. അമ്മ പിള്ളേരുടെ ഭാഷയാണ്. നൂറ് പുറകോട്ട് വന്ന് പറഞ്ഞു, കയറിച്ച ഇടയ്ക്ക് നിന്നാൽ വിജയിക്കുകയല്ലെന്ന് പറഞ്ഞു. ഇടയ്ക്ക് നിന്നാൽ വിജയിക്കത്തില്ല. ചെന്നു ശരിയാകുകയെന്ന് പറഞ്ഞു. അതുകൊണ്ട് കീവർഗിച്ചനും ഇനി ഇടയ്ക്ക് നിൽക്കണ്ട. ഞാനും ഇടയ്ക്ക് നിൽക്കുന്നില്ല. അന്ത്രയോസപ്പറുണ്ട്, അവനോടും പറഞ്ഞേക്കണം ഇടയ്ക്ക് കയറി നിൽക്കരുത്. വേറെ പലരും ഉണ്ട്, ആരും നിൽക്കണ്ട. ഇടയ്ക്ക് നിന്നാൽ വിജയിക്കത്തില്ല. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതങ്ങ് ചെയ്താൽ മതി. അതൊന്നുകൂടെ ഉറപ്പിച്ച് പൗലോസ് പറഞ്ഞു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്നെ ജീവനെ മറുവിലയായി കൊടുത്ത നസറായനാകുന്ന യേശുക്രിസ്തു, ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു, ഏക രക്ഷകൻ യേശുക്രിസ്തു, ഏക രക്ഷിതാവ് നസറേയനാകുന്ന യേശുക്രിസ്തു, ഒരേ ഒരു പരിശുദ്ധൻ സർവശക്തനായ ദൈവം, ഒരേ ഒരു ദൈവം, നിത്യനായ ദൈവം. സ്തോത്രം. നല്ല അമ്മയാ. അപ്പൊ യേശുവിന്റെ അമ്മ മറിയമും യോഹന്നാൻ അപ്പോസ്തലന്റെ അമ്മ ശലോമയും ജ്യേഷ്ഠത്തി അനിയത്തിയ. അപ്പൊ ഇവര് കസിൻസാ. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. അപ്പോൾ ദീർഘവർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച അപ്പോസ്തലൻ, ഏറ്റവും പ്രായം കൂടി മരിച്ച അപ്പോസ്തലൻ, സ്വാഭാവിക മരണം കൈവരിച്ച അപ്പോസ്തലൻ. മാത്രമല്ല ഈ അപ്പോസ്തലന്റെ ഒരു പ്രത്യേകത, യോഹന്നാന്റെ പ്രത്യേകത, ഈ യോഹന്നാന്റെ സഹോദരനുണ്ടായിരുന്നു. പേരെന്നാ? യാക്കോബ്. ഇവരുടെ അപ്പന്റെ പേര് സെബദി, അമ്മയാ ശലോമ. അപ്പൊ അപ്പൻ സെബദി, അമ്മ ശലോമ, ചേട്ടനും അനുജനും യാക്കോബും യോഹന്നാനും. ഇവർക്ക് കർത്താവ് ഒരു പേരിട്ടെന്ന് ഇടിമക്കള്. എന്തുവാ? ഇച്ചിരി എടുത്തിയാട്ടവും ഇച്ചിരി എന്തുവാ ഒരു കടുംപിടുത്തമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശമരിയിലൊക്കെ ദൈവത്തിന്റെ വചനം കേട്ടിട്ടും വിശ്വസിക്കുന്നില്ല ഇവന്. അപ്പൊ ഇവരെന്ന് പറഞ്ഞു, തീയിറക്കാൻ മേലെന്ന്. കർത്താവ് പറഞ്ഞു, ആസ്വദിച്ച് അങ്ങനൊന്നും പറയരുതെന്ന് പറഞ്ഞു. പിന്നെ അവരിലേക്ക് ചെന്നു, ആദ്യം ഇറക്കി കത്തിക്കാന്ന് പറഞ്ഞു. ആ സ്വഭാവത്തിന് വ്യത്യാസം വരിക. കുറച്ച് കഴിഞ്ഞവൻ പറഞ്ഞു, ഇറക്കുന്നോന്ന് ചോദിച്ചു. ഇച്ചിരി മയമായി. യേശുവിൻ്റെ കൂടെ നടന്ന അങ്ങനെ മയം വരുവുള്ളൂ. ആ സ്വഭാവത്തിന് വ്യത്യാസം വന്ന് കർത്താവിൻ്റെ മാറോട് ചേർന്നിരിക്കുക.
യോഹന്നാൻ. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം മൊത്തം പഠിച്ചാൽ സ്വഭാവത്തിന് ഒത്തിരി വ്യത്യാസം വന്നു. ഒടുവിൽ യോഹന്നാന്റെ സുവിശേഷം താൻ എഴുതിയപ്പം നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം വായിച്ചേ, തൻ്റെ പേരെങ്ങും വെളിപ്പെടുത്തിയിട്ടില്ല. 21 അധ്യായത്തിലും പേരില്ല. പേര് വരേണ്ട ഭാഗത്തെല്ലാം ഇതിന് സാക്ഷിയായിരുന്ന ശിഷ്യൻ, ദൃക്സാക്ഷിയായിരുന്ന ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ, ഇത് കണ്ടവൻ, ഇങ്ങനെയൊക്കെയുള്ള പദമാ കൊടുത്തേക്കുന്നത്. തന്നെയല്ല, തൻ്റെ കല്യാണമാണ് 2-ാം അധ്യായത്തിൽ. യോഹന്നാൻ 2 പുള്ളിയുടെ കല്യാണമാണ്. ഞാനോ നിങ്ങളോ വല്ലതായിരുന്നു ആ അധ്യായത്തിൽ മുഴുവൻ നമ്മുടെ പേരായിരിക്കും. എൻ്റെ കല്യാണത്തിൻ്റെ കസിൻ യേശു ഉണ്ടായിരുന്നു, അങ്ങനെ എഴുതുകയുള്ളൂ. അവിടെ എഴുതിയിരിക്കുന്ന 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ. എങ്ങനെ മോളെ വായിക്കും മോളെ, എൻ്റെ മോളെ, അത് ഞാൻ പറയുമ്പോൾ എടുത്തു വെക്കണ്ടേ മോളെ? യോഹന്നാൻ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം. ആരുടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ എഴുതിയ യോഹന്നാന്റെ കല്യാണമാണ്. പക്ഷെ എഴുതിയുണ്ട് ഒരു കല്യാണം. പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. നമ്മുടെയൊക്കെ പേര് നോട്ടീസിൽ വെച്ചില്ലെങ്കിൽ എന്ത് പുകില ഉണ്ടാക്കുന്നത്. ഇനിയും വെച്ച പേര് ചെറുതായി പോയാൽ അതിലും വലിയ പുകില്. ഇനിയും വെച്ചെടുത്ത് റവറന്റ് എന്ന് വെച്ചില്ലെങ്കിൽ അതിലും പുകില്. ഇപ്പൊ പിന്നെ അതിന്റെ ഡോയും റവയും മൈദ എല്ലാം വെക്കണം ഇല്ലേ? ആട്ട, മൈദ, റവ ഇല്ലേ? പ്രശ്നമാണ്. ഇനി അത് മാത്രം വരാം. നമ്മൾ ഏതെല്ലാം സ്ഥാനം വഹിക്കുന്നെന്നും അതിൻ്റെ അടിയിൽ ബ്രാക്കറ്റില് എന്നെ എല്ലാവരും ഇങ്ങനെ തണുപ്പത്ത് പ്രയാസപ്പെട്ടിരിക്കുന്നു. വലിയ പ്രശ്നമാണ്. പക്ഷെ യോഹന്നാൻ അപ്പോസ്തലനെ ശ്രദ്ധിച്ചേ, 21 അധ്യായം എഴുതിയിട്ടും പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഇല്ല. ആത്മീക ഭാഷയെ പറഞ്ഞാൽ ക്രിസ്തുവിൽ അങ്ങ് മറഞ്ഞിരിക്കുക. സ്തോത്രം. അവിടെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പേര് വെളിപ്പെടുത്തിയിട്ടില്ല. തന്നെയല്ല, യോഹന്നാന്റെ വിശേഷതകള് അന്ത്യം വരെ യേശുവിന്റെ കൂടുണ്ടായിരുന്നു. മറ്റു ശിഷ്യന്മാരെല്ലാം ഒഴിഞ്ഞു മാറി, അകന്നു നിന്നു. അവിടുന്ന് തിരുമരണം കൈവരിക്കുമ്പോഴും ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. ക്രൂശിന്റെ ചുവട്ടിൽ. അതുകൊണ്ട് കർത്താവ് ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു. യോഹന്നാനോട് പറഞ്ഞത് അമ്മ വേണ്ടെന്ന് പറഞ്ഞു. കർത്താവിന് മനസ്സിലായി അമ്മയെ ഏൽപ്പിക്കാൻ കൊള്ളാവുന്ന ആളാ. തൻ്റെ അർത്ഥ സഹോദരന്മാരുണ്ടായിരുന്നല്ലോ, യാക്കോബ്, യോസെ, യൂദ, ശിമോൻ. അവരെ ആരും ഏൽപ്പിച്ചില്ല. അവരാ സമയത്ത് അവിടെ ഇല്ലായിരുന്നെന്നാ തോന്നുന്നത്. അവരുടെ പേരൊന്നും അധികം. പക്ഷെ യോഹന്നാൻ ഉണ്ടായിരുന്നു. മരിക്കുന്ന സമയത്തും അവിടുന്ന് ഒരു പ്രത്യേക ശുശ്രൂഷ ഏൽപ്പിച്ചു. അമ്മയെ നോക്കണം. അയ്യോ, അമ്മയെ നോക്കുന്നത് ഒരു വലിയ ശുശ്രൂഷയാ. അമ്മയെ നോക്കുന്ന വേലക്കാരിയല്ല. മനസ്സിലായില്ല? മാതാപിതാക്കളെ നന്നായിട്ട് നോക്കണം, ശുശ്രൂഷിക്കണേ. ഇന്ന് പലയിടങ്ങളിലും സ്വന്തം മക്കൾക്ക് മാതാപിതാക്കളെ നോക്കാൻ താല്പര്യവുമില്ല, നോക്കുന്നുമില്ല. കാശുമൊക്കെ ഉണ്ട്. മറ്റുള്ളവരെ ഇവരിങ്ങനെ നോക്കും. മോളി പിന്നെ അത് മാറിയില്ലെന്നാ തോന്നുന്നില്ലയോ? വേലക്കാരിയോട് എന്നാ വേലക്കാരി ഇപ്പൊ മാറാം മാമ, പെട്ടെന്ന്. അമ്മയ്ക്ക് മരുന്ന് കൊടുത്തില്ലല്ലയോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? പുറകോട്ടൊന്ന് ചിന്തിച്ചേ. ഞാനും നിങ്ങളും കുഞ്ഞുനാളിൽ മലന്ന് കിടന്നപ്പോൾ, മുട്ടാലിടഞ്ഞപ്പോൾ, കൊച്ചുനാളില് അമ്മ അങ്ങനെ ചെയ്തില്ലല്ലോ. ചെയ്തോ? വേലക്കാരിയോട് പറഞ്ഞോ, നൊന്ത് പ്രസവിച്ച കൊച്ചിന്റെ കാര്യം, എടി മണക്കുന്നുണ്ട്, കുഞ്ഞിനെന്തോ കുഴപ്പമുണ്ടോ നോയിക്കേ, അങ്ങനെയാണോ പറഞ്ഞേ? പറ.
എന്തേലും പറ. എത്ര വട്ടം? തിമോഥെയോസിന്റെ ലേഖനത്തിൽ വാക്യമുണ്ട്, മരണ വീട്ടിലൊക്കെ ഞാൻ പറയും, മക്കൾ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം. അങ്ങനെയുണ്ട്. ഒന്ന് വായിച്ചേര്, കേക്കട്ടെ മോളെ. ഏതായാലും തണുപ്പും പിടിച്ച് വന്നിരിക്കല്ലേ, അതുകൂടെ കേക്കട്ടെ. 5:1 മുതൽ വായിര്. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 5:1 മുതൽ. മൂത്തവനെ ഭത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക. സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്കുക. വല്ല വിധവയ്ക്കും പൗത്രന്മാർ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. പ്രത്യുപകാരം ചെയ്യണം. അപ്പൊ നിർത്തിക്കേ. പുത്രപൗത്രന്മാർ, മക്കളെ, മോളും മോനും ഒക്കെ അമ്മയപ്പന്മാർക്ക് എന്തുവാ? പ്രത്യുപകാരം ചെയ്യണം. എന്തുവാ ഈ പ്രത്യുപകാരം? അവര് ചെയ്തതിന് പകരം ചെയ്യാൻ നല്ല വിരുദ. അതാരും പറഞ്ഞും കൊടുക്കണ്ട. മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം. എന്തുവാ ഉദാഹരണം? ഇതൊന്നും പറയാൻ വന്നതല്ല എന്ന് പറഞ്ഞോട്ടെ. മുമ്പേ പറഞ്ഞ പോയിന്റാ. ഞാനും നിങ്ങളും മലക്കൊക്കെ കിടന്നപ്പോൾ മുട്ടാലിടഞ്ഞപ്പോൾ കുഞ്ഞുനാളിലെ നിങ്ങളുടെ അമ്മ, എൻ്റെ അമ്മ, നമ്മുടെ അമ്മ, സാധാരണ പണ്ട് പഴയ രീതിയാ 6 മാസമാകുമ്പോഴാണ് ചോറ് പിള്ളേർക്ക് കൊടുക്കുന്നത്, അല്ലേ മേ? ഞാൻ കുട്ടനാട്ടുകാരനാ, അപ്പം ആ രീതിയിലാണ് പറയുന്നത്. തെറ്റുണ്ടെങ്കിലെങ്കിൽ ക്ഷമിച്ചേക്കണം. ചോറ് നന്നായിട്ട് വേവിച്ച് പിള്ളേരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അഭിരുചി അമ്മയ്ക്കറിയാം, അപ്പനേക്കാൾ കൂടുതൽ. മീൻ കഴിക്കാൻ താല്പര്യവും ഇഷ്ടമുള്ള കുഞ്ഞാണെങ്കിൽ ആ മീന് എരിവൊക്കെ അമ്മയ്ക്കറിയാം. അതിൻ്റെ കണക്കിന് ചെയ്ത് ആ മീന് ചോറ് നന്നായിട്ട് വേവിച്ച് ഈ മീന് നുള്ളി നോക്കും, മുള്ളിൻ്റെ അംശം വല്ലതും ഉണ്ടോ എന്ന്. മുള്ളില്ലെന്ന് ഉറപ്പ് വരുത്തി. എന്നിട്ടും ആ മീൻ നുള്ളിയതിൻ്റെ മാംസം എടുത്ത് അമ്മയൊന്ന് ഞെക്കി നോക്കും, മുള്ളിൻ്റെ തരി വല്ലോ ഉണ്ടോ. ഞെക്കി നോക്കിയേച്ച് ഇല്ലെന്ന് ഉറപ്പ് വരുത്തി ചോറിനകത്തിട്ട്, ഞങ്ങളുടെ ഭാഷയാകട്ടോ, ഒന്ന് പെരകി വായി വെച്ച് തരും നമുക്ക് അമ്മ. അമ്മ ചിലപ്പോൾ രാവിലെ കുളിച്ച് കാണത്തില്ല, തുണി അലക്കി കാണുകയില്ല, അടുക്കളയിൽ പെരുമാറി കാണുകയില്ല. അമ്മ ചിലപ്പോൾ പല്ല് പോലും തേച്ച് കാണുകയില്ല. വീട്ടിൽ പിടിപ്പത് ജോലിയുണ്ട്, അപ്പൻ്റെ കാര്യം നോക്കണം. കന്നുകാലിയൊക്കെ ഉള്ള വീടാന്ന് വലിയ ബത്തപ്പാടും തിരക്കുമാ. അമ്മയുടെ ദിനചര്യകളൊന്നും ചിലപ്പോൾ നടന്നു കാണുകയില്ല. എന്നാലും നമ്മുടെ കാര്യം അമ്മ ശ്രദ്ധിക്കുന്നേ. ഇതെല്ലാം ചെയ്ത് വാരി നമ്മുടെ വായി വെച്ച് തരും. നിറയുമ്പോൾ അമ്മയ്ക്കറിയാം ചില പിള്ളേർ തുപ്പും, എന്നാലും അമ്മ ഇച്ചിരിയും കൂടെ തരും. അപ്പം അമ്മയ്ക്കറിയാം നിറയുന്നത്. എന്നാലും വയറ്റിലേക്ക് ഒന്ന് കൊട്ടി നോക്കിയാൽ കുട്ടിയുടുപ്പ് പിടിച്ചൊന്ന് പൊക്കി നോക്കി, എന്നിട്ട് ഒന്നേ കുളിപ്പിക്കുമല്ലേ, മുഖം കഴുകി തൂത്ത് തുടച്ച് വൃത്തിയാക്കി ആഹാരത്തിൻ്റെ അംശം ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തി കുളിപ്പിക്കുന്നതാണ് നല്ലത്. ചില അമ്മമാർ കുളിപ്പിച്ചേ അമ്മയുടെ കൈത്തണ്ടേ കടത്തി തന്നെ ചിലപ്പോൾ മുലപ്പാലും തന്നെ അത് നുകർന്ന് കുടിക്കുമ്പം ഇടയ്ക്ക് പിടിവിട്ടേച്ച് അമ്മയെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിക്കും. അന്നേരം അമ്മ ചില കാര്യം പറയും, അമ്മ, അച്ഛൻ, അങ്ങനെയൊക്കെയാ പറയാൻ. അമ്മയെന്നാ പഠിക്കുന്നത്. അമ്മ എന്നുള്ളത് വലിയ കാര്യമാകട്ടോ. എന്നിട്ട് ചില അമ്മ താരാട്ടുപാട്ടുമൊക്കെ പാടി ഉറക്കും പിള്ളേരെ. പിടിപ്പത് ജോലിയും തിരക്കുക, അതൊന്നും അമ്മയ്ക്ക് വിഷയമല്ല. നമ്മളെ ഉറക്കി, എല്ലാവരുടെയും സാഹചര്യവും വീടും ഒരുപോലെ അല്ലെങ്കിൽ ഇടത്തര രീതി പറയുക, നമ്മളെ കൊണ്ട് ആ കട്ടിലേ കിടത്തി, അല്ലേ തൊട്ടിയെ കിടത്തി. പണ്ടൊക്കെ തുണി കൊണ്ട് തൊട്ടി ഉണ്ടാക്കും. മിക്കപ്പോഴും പണ്ട് കാലത്തൊക്കെ സാരി, അല്ലെ വല്യമ്മയുടെ കച്ചമുറി, കൈലി ഫോറിൻ കൈലിയാ കുറച്ചുകൂടെ നല്ലത്, മുറുക്കമുണ്ട്, പൊട്ടിപ്പോകുകയല്ല. ആ തൊട്ടിയെ കിടത്തി എല്ലായിടത്തും നല്ല വലിയ സാഹചര്യമല്ലല്ലോ. ഈ മടല് കീറി ആ മടല ഇല്ലേ, അതിൻ്റെ രണ്ട് ഇങ്ങനെ ഒന്ന് പാത്തിയിട്ട്
ഇല്ലെങ്കിൽ കട്ടിലേക്ക് കിടത്തും. കട്ടിലേക്ക് കിടത്തിയ എല്ലാം നോക്കി വൃത്തിയാക്കി നോക്കി തലയണയൊക്കെ 3-4 വെച്ച് ഒന്ന് നോക്കും, എല്ലാം ഒത്തുവന്ന്. അമ്മ തിരക്കായി, എന്നാലും ഇതെല്ലാം അമ്മ ചെയ്യും. നോക്കിയ ചമ്മ അടുക്കളയിലോട്ട് നടന്നു പോകും. നടന്നു പോകുമ്പോഴും അമ്മ ഒന്നുകൂടെ ഒന്ന് നോക്കും. ചിലപ്പം ഇഷ്ടം വന്നാൽ ഒന്നുകൂടെ ഒരു ഉമ്മയും കൂടെ തന്നേച്ചാ പോകുന്നത്. അതാണ് അമ്മ. മാതാപിതാക്കൾ പ്രായമായി ക്ഷീണിതരായി രോഗികളായി കിടപ്പിലാകുമ്പോൾ ആകരുത്, അഥവാ ആയാൽ മക്കൾ ഇത് തിരിച്ചു ചെയ്യണം. അതാ പ്രത്യുപകാരം. അല്ല, നീ വെന്തിക്കോസിൽ പോയത് കൊണ്ടോ, തമ്പേരടിച്ച് പൊട്ടിച്ചത് കൊണ്ടോ, നീ കുത്തിയിരുന്ന് മറുഭാഷ പറഞ്ഞത് കൊണ്ടോ, 5 മണിക്ക് നിർമ്മാല്യ ദർശനത്തിന് തണുപ്പം പിടിച്ച് മുങ്ങിക്കുളിച്ച് കിടുകിടാന്ന് വിറച്ച് പോയത് കൊണ്ടോ, നീ മക്കയ്ക്ക് പോയത് കൊണ്ടോ, മലയ്ക്ക് പോയത് കൊണ്ടോ, 5 മണിക്കത്തെ കുർബാനയ്ക്ക്, ആദ്യ കുർബാന, ഞങ്ങള് കുണ്ടറപ്പള്ളി കുണ്ടറ ഇടവകയാണ് ആണോ? പിന്നെ ഈ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ കുണ്ടറപ്പള്ളിക്കകത്ത് കയറിയത് കൊണ്ടോ, പെന്തിക്കോസ് കോളിൽ കയറി TPM പോയത് കൊണ്ടോ, IPC പോയത് കൊണ്ടോ ശരിയാകുകയല്ല. പിന്നെ കുറെ നാൾ അവിടെ എല്ലാം കൊട്ടിയും പാടിയും തുള്ളിയും ചാടി പട്ടിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് കിടന്ന് കുരയ്ക്കുകയും ചാടുകയും ചെയ്യുന്നു. അവസ്ഥയെ പറഞ്ഞു കൊടുക്കുവനെല്ലാം. ഇതിനകത്തിരിക്കുന്ന ഒരെണ്ണത്തിന് ഒരു പ്രതികരണമില്ലാതായിപ്പോയി. നാം ചെയ്യേണ്ടതെല്ലാം ചെയ്യണമെന്ന് ഇത് ചെയ്യാതെ കണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ടോ, ഉപദേശിമാർക്ക് ഞാപ്പാട് കൊടുത്തത് കൊണ്ടോ, സ്വോത്രകാഴ്ച കിട്ടത് കൊണ്ടോ, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നീ ഇതെല്ലാം ചെയ്താൽ വല്ല ഗുണം ഉണ്ടാകുമോ? എൻ്റെ വല്യമ്മച്ചി പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. എടാ, സന്തതി ഇരിക്ക തർമ്മ കൂട്ടി ആ ഊട്ടുവരയ്ക്ക് തീ പിടിക്കുമെന്ന്. സന്തതി ഇരിക്ക ധർമ്മം കൂട്ടിയ ഊട്ടുവരയ്ക്ക് തീ പിടിക്കും. ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. മക്കൾ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം. ഒരു ഉദാഹരണം കൂടെ പറയാം. ചിലക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് മുഖം കാണുമ്പോൾ അറിയാം. ഇപ്പൊ ചില പറയാം, സുവിശേഷം പറയാതെ ഇതാണോ പറയുന്നത്, ഇത് പറയാ, ഞാൻ പറയുന്നില്ല, ഞാൻ ഇത് സുവിശേഷത്തിന്റെ ഭാഗമാണ്. എന്താ സുവിശേഷം? യേശു ക്രിസ്തു, അതാ സുവിശേഷം. ആ സുവിശേഷമാ പറഞ്ഞേ അമ്മയെ നോക്കാൻ. അതല്ലേ ഞാനും പറയുന്നത്. വേറൊരു രീതി പറയാനെന്നേ ഉള്ളൂ. സുവിശേഷം എന്നതാ? യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അതാ സുവിശേഷം. ആ സുവിശേഷം ക്രൂശിൽ കിടന്നപ്പോൾ യോഹന്നാനോട് പറഞ്ഞേ അമ്മയെ നോക്കാൻ. അത് തന്നെയല്ലേ ഞാനും പറയുന്നത്. മാതാപിതാക്കൾക്ക് മക്കൾ പ്രത്യുപകാരം ചെയ്യണം. ഒരു ഉദാഹരണവും കൂടെ. നമ്മുടെ അമ്മ നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം തന്നില്ലേ? മാതാപിതാക്കൾ ക്ഷീണിതരായി വയ്യാതൊക്കെ ആകുമ്പം എല്ലാവരുടെയും സാഹചര്യം ഒരുപോലല്ലേ എങ്കിലും അറിയാമല്ലോ സാഹചര്യം. ചെന്ന് ചോദിക്കണം, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ, എന്തോ വേണം. അപ്പം അത് ഇഷ്ടപ്പെട്ട ഭക്ഷണം അമ്മ പറയുമ്പം അത് കൊടുക്കണം. അമ്മ അങ്ങനല്ലേ നമ്മളെ വളർത്തിയേ? കടയുടെ വാതൊക്കെ കൂടെ പറഞ്ഞ് എനിക്ക് പഴം വേണം, മേടിച്ചു തന്നില്ലേ? എനിക്ക് നെയ്യപ്പം വേണം, മേടിച്ചു തന്നില്ലേ? തന്നു. ഇല്ലേ, വീട്ടിലുണ്ടാക്കി തന്നു. ഇഷ്ടപ്പെട്ടത്, ആ ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി തന്ന് നമ്മൾ കഴിക്കുമ്പം അമ്മ ഇങ്ങനെ നോക്കി നിൽക്കും. അമ്മയ്ക്ക് അന്നേരം വയറ് നിറയും നമ്മൾ കഴിക്കുന്നത് കാണുമ്പം. അങ്ങനെ അമ്മ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രസംഗം ഒന്നും കേൾക്കുന്നത് ഇപ്പം ഇഷ്ടമല്ല. എല്ലാവർക്കും ഇങ്ങനെ 66 കൈ ലൈനെ പിടിച്ചതുപോലെ.
ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കണ്ടേ? കുറച്ചു നാളും ഒരു വീട്ടിൽ ചെന്നപ്പോ അമ്മ കിടപ്പാ. ഞാൻ ചോദിച്ചു, സൂസമ്മേ അമ്മ എന്ത് ചെയ്യാ? അകത്തുണ്ട്. കിടപ്പാ. ആഹാരമൊക്കെ കഴിക്കും. അയ്യോ പിന്നെ കഴിക്കും. ഞാൻ ചോദിച്ചു, എന്തുവാ കൊടുക്കുന്നത്? എല്ലാം ഇഷ്ടമാ, പക്ഷെ ഞങ്ങളെല്ലാം ഒന്നും കൊടുക്കുകയല്ല. അയ്യോ, ഞാൻ ചോദിച്ചു ആയെന്നെ? ഓ, എല്ലാം കിടന്നോണ്ടാ. ആരാ ഇതിന്റെ പുറകെ? അങ്ങനുണ്ട്. സ്വന്തം മകളാ. അയ്യോ, ഞാനും നിങ്ങളുമൊക്കെ കുഞ്ഞുനാളിലെ ഓപ്പണായിട്ട് പറയാം, വയറൊടിഞ്ഞപ്പം ഛർദിച്ചപ്പോളേ അമ്മ അങ്ങനെ ചെയ്തില്ലല്ലോ. കൂടെ കൂടെ വയറൊഴിയുക. ഇന്നല്ലേ പിള്ളേർക്ക് ഇല്ലാണ്ട് ഇതിനെ കൊണ്ട് എന്നെ പറയുന്നത് ഇങ്ങനെ വെക്കുന്നൊരു കുന്തമുണ്ടല്ലോ, എന്നതാ? അതൊക്കെ ഇപ്പോഴാ. പണ്ടിതൊന്നുമില്ല. കച്ചമുറി കീറി അല്ലെ വെള്ളത്തുണി കീറി കമകിന്റെ പാളയൊക്കെയാ. പാള ഉണയി കഴിയുമ്പോ 2 പാള കാണും. പാളക്കകത്ത് അങ്ങനല്ലേ പറ. നിങ്ങളുടെ എല്ലാം ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ വിക്ടോറിയ രാജ്ഞിയുടെ അനിയത്തിയാന്നും പറഞ്ഞ ഈ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. അതാ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതാ. എന്തുവാ 2 പേരും ഇവിടെ ഇരുന്ന് പറയുന്നത്? അയ്യോ, ഞാൻ സത്യമേ പറയൂ. അങ്ങനെ പണ്ട് കാലം പുറകോട്ട് നോക്കിക്കേ. അപ്പൊ ഈ തുണിയൊക്കെ എന്ത് ബന്ധപ്പെട്ടാന്നറിയോ? ഉണങ്ങും. രാത്രിയില് കുഞ്ഞുങ്ങൾ വയറോടിയുമ്പോ അമ്മയ്ക്ക് വലിയ അപ്പൻ അത്രയും ബത്തപ്പാട് വരികയല്ല പണ്ട്. ഇപ്പൊ പിന്നെ അപ്പനാ ബത്തപ്പാട്. കൊച്ചു തൂറിയോണ്ടവൻ എന്നാ പിടിച്ചേ പിടി അവനെ കൊച്ചിനെയും പിടിച്ചോണ്ട് അവക്ക് അന്നേരം വേറെ കോള് വന്നു. പറഞ്ഞാട്ടെ എന്നാ ബാബു എന്നെ ഉണ്ട് ശേഷം. ആണല്ലേ? അയ്യോ, അന്നേരം നിങ്ങൾ പിന്നെ അന്നേരം അവൻ നിൽക്കുക കൊച്ചുമായിട്ട് അവിടെ. അവളെ നേരം വേറെ ഉണ്ട്. ആണോ? അയ്യോ കഷ്ടം. എന്നിട്ട് പിന്നെ എന്നാ പറ? ആണോ? എടി കൊച്ചു നിന്റെ ഗതികേട്. തമാശ പറഞ്ഞതല്ല. ഇടയ്ക്കിടയ്ക്ക് കൊച്ചൊരു പെടയും അന്നേരം ഇച്ചിരി ദേഹത്തും. അയ്യോ, തമാശ പറഞ്ഞതല്ല. അവളിങ്ങനെ പണ്ട് കാലത്ത് അങ്ങനല്ല. ഈ പഴയ അമ്മമാരെയൊക്കെ ശ്രദ്ധിച്ചേ. അമ്മ അതെല്ലാം ചെയ്യുന്നേ. കുഞ്ഞുങ്ങൾക്ക് ഒരു അസുഖം, പനിയോ, അമ്മയ്ക്ക് ഉറങ്ങാനൊക്കത്തില്ല. കൂടെ കൂടെ തുണി നനച്ചിടുകയും കുഞ്ഞിനെ തൂക്കുകയും തുടയ്ക്കുകയും എടുക്കുകയും പാല് കൊടുക്കുകയും. ചിലപ്പോൾ പാല് കൊടുക്കുമ്പോഴായിരിക്കും ഛർദ്ദിക്കുന്നത്. അമ്മയുടെ ദേഹത്താ. അമ്മയ്ക്ക് ഇതൊന്നും വിഷയമല്ല. വയറൊഴിയുമ്പോൾ അമ്മയുടെ ദേഹം ഒന്നും അമ്മയ്ക്ക് വിഷയമല്ല. അതാണ് അമ്മ. അപ്പൊ നമ്മൾ ആ രീതിയിൽ പോയപ്പോ അമ്മ വെള്ളം തരാതിരുന്നില്ലല്ലോ. അന്നേരം കരിക്കും വെള്ളം തരിക, കഞ്ഞിവെള്ളത്തിനകത്ത് ഉപ്പ് ചേർത്ത് തരിക, കോരി തരിക, മതിയാകുവോളം. കുടിക്കുമ്പോഴും ഛർദ്ദിക്കും, എന്നാലും തരും. അതാ അമ്മ. അന്നേരം ആ മൂദേവി പറയാ ഞങ്ങൾ ഒന്നും കൊടുക്കുന്നില്ലെന്ന്. എല്ലാം കിടന്നുകൊണ്ടാന്ന്. പിന്നെ അമ്മ ഹൈവേ കൂടെ ഓടണോ? ഇതെല്ലാം കഴിച്ചു നാഷണൽ ഹൈവേ കൂടെ മക്കൾ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം. അപ്പനെ അമ്മയെ അന്വേഷിക്കാത്ത നീ പെന്തിക്കോസ് വന്നിട്ട് ഗുണമാകുകയല്ല. ഇല്ല, ഗുണമാകത്തില്ല. മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത നീയെ ഉപവസിച്ചാലോ പ്രാർത്ഥിച്ചാലോ മേപ്പോട്ടും കീപ്പോട്ടും കരമാക്കറി ആടും പോലെ ആടിയിട്ടും ചിലർക്കിപ്പോൾ ഒരു ചിന്തയുണ്ട്, എഴുന്നേറ്റ് അങ്ങ് പോയാൽ മതിയായിരുന്നു. അപ്പം അടുത്തിരുന്ന് പോകരുത്, അയാൾ ബോധമുള്ളവനല്ല, വല്ലതും വിളിച്ചു പറയും, ദൈവത്തെ ഓർത്ത് പോകരുത്, തീരാതെ ദൈവമേ കാശിന് വിവരം കണ്ടോ, പ്രസംഗം കേട്ടോ, യാതൊരു വിവരവും ഇല്ലാത്തവനാ. അവിടെ ഇരിക്കുക.
ഇത് കേൾക്ക. നാം ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. മാതാപിതാ നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മേ, അങ്ങനെ വേറെ പുസ്തകത്തിലെ പ്രമാണം. അതുകൊണ്ട് അവിടുന്ന് മരിക്കുന്ന സമയത്തും ശിഷ്യനോട് പറഞ്ഞ് അമ്മ വേണ്ടെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞ ഭാഗം അങ്ങ് വിടാം. നല്ല ശിഷ്യനാ. യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിനെ സ്നേഹിച്ചു. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചേ, ഈ പുതിയ നിയമത്തിലെന്നല്ല, ഈ 40 എഴുത്തുകാരാ വേറെ പുസ്തകം എഴുതിയത്. 40 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത എത്ര വിഷയമാ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തത്. മാത്രമാണോ 4-ാം അധ്യായത്തിലേക്ക് പറഞ്ഞു ഇനി കയറി വരാൻ. 4-ന് വായിച്ചേ മോളെ. അനന്തരം സ്വർഗ്ഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ കണ്ടെന്നും കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക. പോരെ, ഇനി കയറി വരാൻ. മാത്രമാണോ ആർക്കും വെളിപ്പെടാത്ത വിഷയങ്ങളാ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തത്. മാർമിക വിഷയങ്ങളല്ല. നീ കർത്താവിനോട് ചേർന്നിരുന്നാൽ, ഏൽപ്പിച്ച കാര്യങ്ങൾ ഉത്തരവാദിത്തമായി ചെയ്താൽ, കടമകൾ നിർവഹിച്ചാൽ, കർത്തവ്യങ്ങൾ നിർവഹിച്ചാൽ, ആർക്കും വെളിപ്പെടാത്തതും വെളിപ്പെടുത്തി കൊടുക്കാത്ത വിഷയം ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. നമുക്ക് മുമ്പോട്ട് പോയി പെട്ടെന്ന് അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 22 അധ്യായം. 1-ാമത്തെ അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. ക്രിസ്തുവിനെ നന്നായിട്ട് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ നാട് കടത്തപ്പെട്ടവനായി. തിളച്ച എണ്ണയ്ക്കകത്ത് യോഹന്നാനെ ഇട്ടു. ചത്തില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുള്ളി നല്ലതുപോലെ കാച്ചെണ്ണ തേച്ച് കുളിച്ച പ്രതീതിയായി. ഒന്നുകൂടെ ഉശിരോടെ വെളി വന്നു. അപ്പം മനസ്സിലായി തീക്കകത്തിട്ടാൽ വേഗത്തിൽ. കാരണം ഈ തിളച്ച എണ്ണയ്ക്കകത്തിടുമ്പോൾ യോഹന്നാന്റെ അകത്ത് ഒരു ചിന്തയുണ്ട്, ഞാൻ സേവിക്കുന്ന ദൈവം തീയുടെ നടുവിൽ കൂടെ നടന്നു വന്നവനാ. സ്തോത്രം. തീക്കകത്തൂടെ ഇട്ട രാജാവ് പറഞ്ഞിടേ 3 പേരെയല്ലേടെ ഇട്ടത്. അതെ രാജാവ്, ഞാൻ നോക്കുമ്പോൾ 4 പേരുണ്ട്. ഒരുത്തൻ്റെ രൂപം ദൈവദൂതനോട് എന്ന് പറഞ്ഞാൽ നീ തീക്കകത്തൂടെ പോകുമ്പോൾ മാറി നിൽക്കുന്ന ദൈവമല്ല, നിന്റെ കൂടെ ഇറങ്ങി വരുന്ന ദൈവമാണ്. കൂടെ വന്നു. അപ്പൊ പറഞ്ഞ അങ്ങനെ അന്ന് വെള്ളത്തിൽ മുക്കിക്കൊല്ലിയ ഒരു പടകിലൊക്കെ കയറ്റി വിട്ടെന്ന വെള്ളം കടലിലോട്ടെ. യോഹന്നാന് വെള്ളവും വിഷയമല്ല. അതിനാ യോഹന്നാൻ അറിയാം, താൻ സേവിക്കുന്ന മാറോട് ചേർന്നിരുന്നല്ലോ ഒരുവൻ, അവനെ വെള്ളത്തിന്റെ മീതെ നടന്നു വന്നവനാ. ഇവര് പ്രാണഭയത്തിലായി, നാദാ ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ച. അന്നേരം അടങ്ങിയത് കണ്ണാലെ കണ്ടയാളാ. മാത്രമല്ല 4-ാം യാമമായപ്പോൾ കടലിന്റെ മീതെ സ്തോത്രം അടുക്കുവാനുള്ള ആശയുണ്ട്. നടുക്കടലിൽ പടകുമായി തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ. ഇമ്പമോട്ട് കേട്ടതാൽ യാത്രയും ചെയ്തു. അടുക്കുവാനുള്ള ആശയുണ്ട്. നടുക്കടലിൽ പടകുമായി തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ. അപ്പൊ ശ്രദ്ധിക്കുക, താൻ സേവിക്കുന്ന ദൈവം തീക്കകത്തൂടെ നടന്നവനാ, കടലിന്മേൽ നടന്നു വന്നവനാ, കൈവിടത്തില്ല. അതുകൊണ്ട് ചഞ്ചലിക്കാതെ പത്മോസ് ദ്വീപിൽ കർത്ത ദിവസത്തിൽ ആത്മവിഭീഷനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എപ്പസോസസ്, മുർന, പെർഗമോസ്, തുയിതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്ന 7 സഭകൾക്ക് എഴുതുക എന്ന് കാഹളത്തിനൊത്തൊരു ശബ്ദം കേട്ടു. എന്നോട് സംസാരിച്ച നേരം എന്തെന്ന് കാൺമാൻ തിരിഞ്ഞു. അതാണ് 12-ാം വാക്യം. തിരിഞ്ഞപ്പോൾ 13-ാം വാക്യമായിരുമോളെ. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നീലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവൻ. അത് യേശു ക്രിസ്തുവിനെ ദർശിക്കുന്നു. ആരാണ് യേശു ക്രിസ്തു?
യേശു ക്രിസ്തു, ആമേൻ, സ്തോത്രം, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെയാ യോഹന്നാൻ വെളിപ്പാടി കാണുന്നത്. യേശു ആരാ? ഇത് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. തിരിഞ്ഞപ്പോൾ തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻനിലവിളക്കുകളെയും നിലവിളക്കിന്റെ നടുവിൽ നിലയങ്ക ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. താനോട്ട് അംഗപ്രത്യംഗ വർണ്ണനയാ യേശുവിന്റെ. ഒരു എഴുത്തുകാരനും ഒരു വരകാരനും വരച്ച ഒക്കത്തില്ല. യേശുവിനെ ആര് വരച്ചാലും ഒക്കുകയല്ല. ഇങ്ങനൊന്ന് വരയ്ക്കാമോ? ദൈവത്തിന് മഹത്വം. ആരാ യേശു ക്രിസ്തു? തിമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ മോളെ. വായിച്ചു വിടുന്നതേ ഉള്ളൂ, ഭാഗമൊന്നും വ്യാഖ്യാനിക്കുന്നില്ല. ആരാ യേശു? ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും. പോരെ മനുഷ്യരാരും കാണാൻ കഴിയാത്തവനും കാണാൻ പാടില്ലാത്തവനും കാണാത്തവനും. അതാ ക്രിസ്തു. കൊലോസ്യർ 1:14 വായിച്ചേ മോളെ. കൊലോസ്യർ 1:14. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. പിന്നെ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും. താഴോട്ട് വായിച്ചാൽ വിശേഷതയാ. 17-ാം വാക്യം ഒന്ന് വായിച്ചേ മോളെ. അവൻ സർവ്വത്തിനു മുമ്പേ. ഇതാ യേശു. അവിടുന്ന് സർവ്വത്തിന് മുമ്പനായവനാ നിന്റെ ദൈവം. പിന്നെന്തിനാ ഭാരപ്പെടുന്നേ? വെളിപ്പാട് 1:5-6 വായിച്ചേ മോളെ. വെളിപ്പാട് 1:5-6. യേശു ആരാണ്? വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതി. അപ്പൊ വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ ആദിജാതൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതി. 6-ാം വാക്യം. നമ്മെ സ്നേഹിക്കുന്നവൻ പിന്നെ നമ്മുടെ പാപം പോക്കി നമ്മെ തന്നെ രക്തത്താൽ വിടുവിച്ച് തന്റെ രക്തത്താൽ വിടുവിച്ചവൻ. അപ്പോൾ നമ്മെ പാപം പോക്കി നമ്മെ വിടുവിച്ചവൻ. ഇനി അലങ്കാര ഭാഷയിൽ ആ ഉത്തമഗീതം 5:10 മുതൽ, ഇടയച്ചെറുക്കന്റെ വർണ്ണനയാ 5:10 മുതൽ. അതെല്ലാം വ്യാഖ്യാനമായിട്ട് പറയേണ്ടതാ. നേരമില്ലെങ്കിലും വായിച്ചു വിട്ടോ മോളെ. 5:10 മുതൽ 5:9 ആദ്യം വായിര്. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവൻ. മറ്റേ പെണ്ണുങ്ങളെല്ലാം കൂടെ വന്ന് ചോദിക്കാം, ഏതാ മറ്റേ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ? ശലോമോന്റെ ഉള്ളതാട്ടെ. 60 രാജ്ഞികളും. സ്തോത്രം. ആ പെണ്ണുങ്ങളെല്ലാം കൂടെ വന്ന് ഇവളുമാരാദ്യം വന്ന് ശലോമോനെ പറ്റി ഒത്തിരി കാര്യം പറഞ്ഞു. ശലോമോന് പല്ലക്കൊണ്ട് അന്നോ പുള്ളി അങ്ങനെയിരിക്കും. വർഷത്തിലൊരു എഴുന്നള്ളത്ത് പുള്ളിയുടെ പല്ലുവൊക്കെ കാണിച്ച്, പെണ്ണുങ്ങളെ കാണിക്കുന്നതാ. പല്ലുമെല്ലാം കാണിച്ച് പല്ലക്കൽ പുള്ളി ഇവിടെ ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കെട്ടിയ ആളാ. നിങ്ങൾക്ക് പിന്നെയും സംശയമാണ്. വായിക്കും മോളെ. ഇത് ഇവിടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ ഒപ്പിച്ചതാന്ന് തോന്നുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. വചനത്തിൽ നിന്ന് വായിച്ചോ. എൻ്റെ ഒങ്ങായിക്ക് എന്തിനാ പിടിക്കുന്നത്? വായിരു മോളെ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11:1. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ. ഫറവോന്റെ മകളെ ഓൾറെഡി പുള്ളി കെട്ടി. അതെല്ലാരെയും വിളിച്ചു വലിയുള്ള കേട്ട. അതുകൂടാതെ മോവാബ്യരെ, അമ്മോന്യരെ, ഏദോമ്യരെ, സീദോന്യരെ, ഹിത്യരെ എന്നിങ്ങനെ അന്യജാതിക്കാർത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. പുള്ളിയുടെ വിവാഹ ശുശ്രൂഷ മാത്രമേ ഉള്ളൂ. എവിടെ ചെന്നാലും പുള്ളിക്ക് ഇഷ്ടം പോലെ.
അപ്പൊ ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ വന്ന് ശൂലേമിയുടെ അടുക്ക വന്നേച്ചേ പറയാ. അപ്പൊ ഇവളിങ്ങനെ എവിടെ പ്രാണപ്രിയൻ ഇടയച്ചെറുക്കൻ വീണ്ടെടുത്ത ഒരുത്തനുണ്ട്, അവനെപ്പറ്റി ഇവളിങ്ങനെ പാടിയും പറഞ്ഞും പുലമ്പിയും തുള്ളിയും ചാടിയും ഇടയ്ക്കൊക്കെ ഒരു ചാട്ടവും. ഇവള് ചാടാൻ കാര്യം ഇവളെ അമ്മ പ്രസവിച്ച് നാരകത്തിന്റെ ചുവട്ടിലിട്ട് ഒരു കണ്ണിന് പോലും ദേഹമാനാറ് കിടന്നപ്പം അതിലേ പോയി ഇടയിച്ചിറക്കാൻ കരച്ചിലിന്റെ ശബ്ദം കേട്ട് വന്ന് നോക്കിയപ്പോൾ മരണവക്ത്രത്തിൽ അകപ്പെട്ട് ചോരക്കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്ത് മുത്തമിട്ട് ആ ചോരയും അഴുക്കുമെല്ലാം തൂത്ത് തുടച്ച് അതൊക്കെ മാറ്റി ആ കവളിലൊരു മുത്തമൊക്കെ തന്ന് വീട്ടിൽ കൊണ്ടുപോയി അമ്മയുടെ കൊടുത്ത് വളർത്തണം, മിടുക്കിയാകുമ്പോൾ തിരിച്ചു വന്ന് കൊണ്ടുപോയിക്കൊള്ളാന്നൊക്കെ പറഞ്ഞേച്ച് പോയി ഇടയച്ചിറക്കനുണ്ട്. അവനെ പറ്റിയായി പാടുന്നത്, സ്തോത്രം പാടുന്നത്. അപ്പൊ ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ വന്ന് പറഞ്ഞു, എടി നീ ആരെയും പറ്റിയായി പാടുന്നേ? അതെന്നെ വീണ്ടെടുത്ത ഇടയച്ചിറക്കൻ. അവർ പറഞ്ഞു, ഓ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, അമ്മ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഏതമ്മ? വളത്തമ്മ. അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞു? അയ്യോ എന്തോ സൗന്ദര്യമാണെന്നറിയാവും. അമ്മ ആരാ? പരിശുദ്ധാത്മാവാ. ആ വീട് എന്നാണെന്നറിയാവും? ദൈവസഭയാ. അതൊന്നും വ്യാഖ്യാനിക്കുന്നില്ല. ആ വീട്ടിൽ കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവാകുന്ന അമ്മ പത്യോപദേശത്തിൽ വളർത്തി നിന്നെ രക്ഷിച്ചവനെ പറ്റി എല്ലാം പറഞ്ഞു. സകല സത്യത്തിലും വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആ പരിശുദ്ധാത്മാവാകുന്ന അമ്മ സകല സത്യത്തിലും വഴി നടത്തി കാര്യങ്ങളെല്ലാം വർണ്ണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവള് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇതെല്ലാം അകത്തിരിക്കുക. അത് വെച്ച് അവള് പറഞ്ഞു, എൻ്റെ പ്രിയനോ വെണ്മയും. അതാ. അപ്പൊ മറ്റേ പെണ്ണുങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ അച്ചായന്റെ എഴുന്നള്ളത്തൊന്ന് കാണണം. ആരുടെ? പിന്നെ അപ്പൊ ചോദിച്ചു, അതന്നെ വർഷാവർഷം ഒരു എഴുന്നള്ളത്തുണ്ട്, മേക്കട്ടിയും കീക്കട്ടിയും എല്ലാം കൂടെ വന്നൊരു പോക്കുണ്ട്. വായിച്ചാ മോളെ 3:7 ഉത്തമഗീതം. ശലോമോന്റെ പല്ലക്ക് തന്നെ. ശലോമോന്റെ പല്ലക്ക്, പുള്ളിയുടെ പല്ലക്ക. ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാര് അതിന്റെ ചുറ്റുമുണ്ട്. പിന്നെ അവരെല്ലാവരും വാളെടുത്ത് സമർത്ഥന്മാര് എഴുന്നള്ളത്തിനുള്ളതാ. അടുത്തത് രാത്രിയിലെ ഭയം നിമിത്തം അവരെല്ലാവരും അരക്ക് വാൾ കെട്ടിയിരിക്കുന്നു. അടുത്തത് 9 ശലോമോൻ രാജാവ് ലെബാനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി. അതിന്റെ മേൽക്കെട്ടിക്കാല് അവൻ വെള്ളി കൊണ്ടും ചാര് പൊന്നുകൊണ്ടും ഇരിപ്പിടം രക്താംബരം കൊണ്ടും ഉണ്ടാക്കി. ഇങ്ങനെയുള്ള പല്ലക്ക, മേക്കട്ടിക്കാലും ചാരും ഇരിപ്പടവും എഴുന്നള്ളത്തും. ഇതൊക്കെ ആ വരവൊക്കെ കണ്ട ഒരുമാതിരിപ്പെട്ടവരെല്ലാം അങ്ങോട്ടങ്ങ് ചേരും ഇല്ലേ? ആ വരവൊക്കെ കണ്ടാലേ ലബാനോനിൽ നിന്ന് കൊണ്ടുവന്നാ പണിതേക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ആ ചാരിയുള്ള ഇരിപ്പും മേക്കട്ടി ഉണ്ട്. പോകുമ്പോഴേ മേക്കട്ടി, അപ്പോ മേക്കട്ടി ഇങ്ങനെ പിടിച്ചു നിൽക്കും. അപ്പൊ കീക്കട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുമ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി പറയും, മനസ്സിലാകുന്നില്ലല്ലോ. ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഈ ചാരും ഇരിപ്പടവും മേക്കട്ടിക്കാലും ലബാനോനിലെ മരം കൊണ്ടുണ്ടാക്കിയ പല്ലക്കും ഇവന്റെ പല്ലും ഒക്കെ കണ്ട് ഒരുമാതിരിപ്പെട്ടതെല്ലാം അവൻ അടിയാറോ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി നമ്മുടെ ശൂലാമി ഉണ്ടല്ലോ, ഇവള് ശലോമോന്റെ എഴുന്നള്ളത്തല്ല കണ്ടത്. അവള് ശലോമോനിലും വലിയവനൊരുവനുണ്ട്, അവന്റെ എഴുന്നള്ളത്ത് കണ്ടു. അവന്റെ എഴുന്നള്ളത്ത് അങ്ങനെ ആ വാക്യം വായിച്ച് ആ ഭാഗം വിടാ, ഇത് പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ശലോമോനിലും വലിയവൻ വരുന്ന എഴുന്നള്ളത്ത് 68-ാം സങ്കീർത്തനത്തിന്റെ 24 മുതലൊന്ന് വായിച്ചേ മോളെ. 68, 24 താഴെ എന്ന് വായിര്. താഴെ ഭാഗത്താ വായിരേ. ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് വിളിക്കും പോലെ ആണല്ലോ ദൈവമേ എന്ന്. നന്നായിട്ട് വായിച്ചോ മോളെ. ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. ശലോമോന്റെ എഴുന്നള്ളത്ത് കണ്ടായിരുന്നല്ലോ.
ആ വീരന്മാരും വാളെടുത്ത സമർത്ഥന്മാരും പിന്നെ ലെബാനിൽ നിന്ന് കൊണ്ടുവന്ന ആ മരം കൊണ്ടുവന്ന പല്ലക്കും അതിന്റെ ചേരും അതിന്റെ ഇരിപ്പടവും അതിന്റെ വെള്ളി അതിന്റെ തങ്കവും പുള്ളിയുടെ ആ പരമൊക്കെ കണ്ടപ്പം ഒരുമാതിരിപ്പെട്ടവനെല്ലാം അങ്ങോട്ടങ്ങ് ചേർന്നു. പക്ഷെ ഇവള് ചേർന്നില്ല. ഇവള് ശലോമോനിലും വലിയവനായവന്റെ എഴുന്നള്ളത്ത് കണ്ടു. പരിശുദ്ധാത്മാവാകുന്ന അമ്മ ദൈവസഭയാകുന്ന വീട്ടിൽ കൊണ്ട് വളർത്തിയപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുത്തതാ. അതുകൊണ്ട് ഇവള് ചഞ്ചലിക്കത്തില്ല. അപ്പൊ ഇവള് ശലോമോന്റെ എഴുന്നള്ളത്ത് കണ്ട് ഇളകിയില്ല. ഇവളുടെ ദൈവത്തിന്റെ എഴുന്നള്ളത്ത് അതാ വായിച്ചത്. ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. എന്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. പിന്നെ ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവര് ആ സഭായോഗങ്ങൾ നിങ്ങൾ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവീൻ. പിന്നെ അവിടെ അവരുടെ നായകനായ ബെന്യാമീനും പിന്നെ യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബൂലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും. ആ വായിക്കുമ്പോ നേരമില്ലാത്തതുകൊണ്ടാ. ദൈവത്തിന് മഹത്വം. ശലോമോന്റെ എഴുന്നള്ളത്ത് കണ്ട് ഒരുമാതിരിപ്പെട്ടവരെല്ലാം മയങ്ങി. അല്ല, ഇവൻ മയക്കി അടിച്ച് അവന്റെ അരമനെ കൊണ്ട് കയറ്റിയപ്പോൾ ഒരുവൾ ശലോമോന്റെ അരമനയിലും കയറിയില്ല. ഇവന്റെ എഴുന്നള്ളത്തും കണ്ടില്ല. ഇവന്റെ ദാടിമോടിയിലും ഇവള് ആകൃഷ്ടയായില്ല. ഇവക്കറിയാ എന്നെ വീണ്ടെടുത്തൊരു പ്രാണപ്രിയനുണ്ട്. ആ പ്രാണപ്രിയന്റെ അംഗപ്രത്യംഗ വർണ്ണനയാ 5:10 മുതൽ വായിര്. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000 പേരിൽ പിന്നെ അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം പിന്നെ അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെപ്പോലെ കറുത്തുമിരിക്കുന്നു. പിന്നെ അവന്റെ കണ്ണ് നീർത്തോളുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. പിന്നെ അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. പിന്നെ അവന്റെ കാവിൽ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും അവന്റെ അധരം താമരപ്പൂവും പോലെ. അയ്യോ, വിവരിക്കാൻ നേരമില്ല. നിങ്ങൾ താഴോട്ട് വായിച്ചേ. ഇവനാണ് എന്റെ പ്രാണപ്രിയൻ. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപമേച്ചാത്തവൻ, പാപം ചെയ്യാത്തവൻ, ആരും കണ്ടാൽ നോക്കി നിൽക്കുന്നവൻ, ഇതുപോലെ സുന്ദരൻ, അവൻ സുമുഖൻ, അവൻ ശ്രേഷ്ഠൻ വേറെ ആരുമില്ല. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, എല്ലാവരിലും ശ്രേഷ്ഠൻ ആ യേശു ക്രിസ്തു. അതാ സുവിശേഷം. ആ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ദർശിക്കുന്നത്. ഓടിച്ച് അവസാനിപ്പിക്കുക. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത, 7 സഭയുടെ ദൂത്. എഫെസോസ് മുതല് ലവോദിക്ക വരെയുള്ള 7 സഭയുടെ ദൂത്. അതിൽ 2-ാമത്തെ സഭ സ്മിർന സഭയോട് പറഞ്ഞ ദൂതാണ് നമ്മൾ കുർബാക്യം വായിച്ചത്. ഇനി 2:10 ഒന്നുകൂടെ വായിച്ചോ, പെട്ടെന്ന് നിർത്താം. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ എപ്പോഴും പറയും, ഓരോ സഭയോടും കർത്താവ് ദൂത് പറയുമ്പോൾ ദൂതിന് അടിസ്ഥാന പ്രമാണമുണ്ട്. ഒന്ന്, കർത്താവ് ഏത് സഭയോട് ദൂത് പറയുമ്പോൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. 2, അഭിനന്ദനമുണ്ട്. 3, ആക്ഷേപമുണ്ട്. 4, വിവേചനമുണ്ട്. 5, പ്രബോധനമുണ്ട്. 6, മുന്നറിയിപ്പുണ്ട്. 7, പ്രതിഫലവുമുണ്ട്. ഇതെല്ലാം ഇതിന്റെ അടിസ്ഥാന ഘടകമാണ്. അപ്പോൾ പരിചയപ്പെടുത്തും, അഭിനന്ദനമുണ്ട്, ആക്ഷേപമുണ്ട്, വിവേചനമുണ്ട്, മുന്നറിയിപ്പുണ്ട്, പ്രബോധനമുണ്ട്, പ്രതിഫലമുണ്ട്. ഇതെല്ലാം ഈ ദൂതിനകത്തുണ്ട്. എല്ലാം എടുക്കാൻ നേരമില്ല. 2 കാര്യം പറഞ്ഞ ആ ഭാഗം വിട്ടേക്കാം. ഒന്ന്, ഈ സഭയെ കർത്താവ് പരിചയപ്പെടുത്തും. സ്മുർന സഭ, സഭ ദൂതനെ നിനക്കു ഞാൻ നൽകും ലേഖം. സ്മരണമീൻ സഭ ദൂതനെ നിനക്കു ഞാൻ നൽകും ലേഖം.
ഓരോ സഭയോടും ദൂത് പറയുമ്പോൾ അതിന് അടിസ്ഥാന തത്വം അതാ ഞാൻ പറഞ്ഞത്. ഒന്ന്, കർത്താവ് സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. ഈ സ്മിർന സഭയ്ക്ക് കർത്താവ് പരിചയപ്പെടുത്തി. 9-ാം വാക്യം വായിച്ചേ. 9. ഞാൻ നിന്റെ കഷ്ടതയും 8-ാം വാക്യം വായിച്ചോ മോളെ. സ്മുർനയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത എന്ന് പറഞ്ഞാൽ, അല്ലയോ സ്മുർന സഭയെ, നിങ്ങളോട് ദൂത് പറയുന്ന ഞാൻ ആരാന്ന് ചോദിച്ചാൽ, ഞാൻ മരിച്ചവനായിരുന്നു എന്നേക്കും ജീവിച്ചെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ, മരിച്ചു മൺമറഞ്ഞൊരു ദൈവമല്ല, മരിച്ചുയർത്ത ദൈവത്തെയാ സേവിക്കുന്നേ. ഇവിടെ വന്ന സകല ആൾക്കാരും മരിച്ച മണ്ണോട് ചേർന്നു. പക്ഷെ യേശു മാത്രമേ മരിച്ചിട്ട് ഉയർത്തുള്ളൂ. അതാ യേശുവിൻ്റെ വിശേഷത. തന്നെയല്ല, ഞാൻ എല്ലായിടത്തും പറയും, യേശു ഇങ്ങോട്ട് വന്നപ്പോഴും പറഞ്ഞത് മരിക്കാൻ വരുന്നെന്ന് പറഞ്ഞേച്ചാ വന്നേ. ഭൂമിയിലേക്ക് വരുന്നത് മരിക്കാൻ. യേശു അങ്ങനെ കൃത്യം പറഞ്ഞേച്ചാ വന്നേ. എവിടുന്നാ വന്നെന്ന് പറഞ്ഞു, എന്തിനാ വരുന്നെന്നും പറഞ്ഞു. മരിക്കാനാ വരുന്നെന്ന്. ഞാൻ നിങ്ങളും എല്ലാം ജീവിക്കാൻ വന്നതാ, ഇല്ലേ? മിണ്ടുകയല്ല. ഇപ്പം പാസ്റ്റർക്ക് അല്ലെങ്കിൽ ഈ ദൈവദാസന്മാർക്ക്, അച്ചായന് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ മധുര വിട്ട കാപ്പി കൊണ്ട് തരിക. അപ്പോൾ ചോദിക്കും, മധുരം ഉണ്ടോ? ഉണ്ട്, നല്ലതുപോലെ ഉണ്ട്. വേണ്ട, അതിന് കുടിക്കുക, നല്ല മധുരമാണ്. അതിന് കുറച്ച് നാളൂടെ പറ, എന്തേലും പറ. എല്ലാവരും ജീവിക്കാൻ വന്നതാ. ഇന്ന് രാത്രി നല്ല കുത്തരിച്ചോറും സാമ്പാറും അവിയലും ഇറച്ചിയും മീനും കാളനും ഓലനും ഒക്കെ ഉണ്ടല്ലോ. മെഴുക്ക് പുരട്ടി നല്ല ഉപ്പുള്ള പപ്പടവും വറുത്തതും പൊരിച്ചതും എല്ലാം വലിയ തൂശനിൽ വെട്ടി എല്ലാം ഇട്ടേച്ച് പറയാ കഴിക്കേ. വേണ്ട. ഞാൻ രാത്രിയിലെ എങ്ങനെ ഇത് കഴിക്കും. വേണ്ട, അതിന് കുറച്ച് നാളുകൂടെ ഇവിടെ വന്നതെല്ലാവരും ജീവിക്കാനാ. പക്ഷെ യേശു ഇങ്ങോട്ട് വന്നത് മരിക്കാനാ. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാ വന്നത്, മരിക്കാൻ പോവാന്ന്. മരിക്കാൻ വന്നതാണ്. മോളെ 2-3 വാക്യം വായിക്കാം. മോടെ പേരെന്നാ? നല്ല പേരാണല്ലോ, വായിക്കാമോ? മത്തായി 16:21, ലൂക്കോസ് 18:31, മർക്കോസ് 18:31, മത്തായി 17:22. ബാക്കി ഞാൻ പിന്നെ പറയാം. ആദ്യം മത്തായി 16:21 വായിരും മോളെ. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാര്, മഹാപുരോഹിതന്മാര്, ശാസ്ത്രിമാര് എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാർ പ്രസ്താവിച്ചു തുടങ്ങി. 21-ാം വാക്യം കണ്ടോ? അന്ന് മുതൽ തീരുന്നെടുത്ത് എഴുതിയത് പ്രസ്താവിച്ചതല്ല, പ്രസ്താവിച്ചു തുടങ്ങി എന്നും പറയുക. എപ്പോഴും പറയുക. എന്തോ പറഞ്ഞത്? ഞാൻ മരിക്കാൻ പോവാന്ന്. ഇതുപോലെ ഏതേലും നേതാവ് എന്ന് പറഞ്ഞോ? നേതാക്കന്മാര് പറയും, നിങ്ങൾ ചത്തോ, നിങ്ങൾ ചാകുമ്പം വന്ന് ഒരു റീത്ത് നിന്റെ നെഞ്ചത്ത്. നേതാക്കന്മാരെല്ലാം അങ്ങനെ. നീ കത്തിക്കുത്തോ, ബഹളം ഉണ്ടാക്കിയോ, അടി ഉണ്ടാക്കിയോ, നീ പോയി തൊലഞ്ഞു. പിന്നെ നീ അത്ത് കഴിയുമ്പോൾ നിന്റെ ഭാര്യയ്ക്കും നിന്റെ പിള്ളേർക്കും പോയി. പിന്നെ ഞങ്ങള് നിന്റെ നെഞ്ചത്ത്. യേശു പറഞ്ഞ നിങ്ങൾ ചത്തോന്നല്ല, ഞാൻ ചാകാൻ വന്നതാന്ന. വായിച്ചേ മോളെ 18:31 ലൂക്കോസ്. പെട്ടെന്ന് വായിരു. പോകണ്ടായോ? അനന്തരം പന്തിരുവരെ കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നത് എല്ലാം നിവൃത്തിയാകും. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി
തല്ലിയിട്ട് കൊല്ലുകയും. അപ്പൊ മരിക്കാൻ വരുന്നെന്നാ പറഞ്ഞു. മർക്കോസ് 8:31. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ മരിക്കുമെന്നാ പറഞ്ഞേ. മത്തായി 17:22. വായിരുമോളെ സ്നേഹേ. അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമാറായിരിക്കുന്നു. അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ശ്രദ്ധിച്ചോ, യേശു കൂടെ പറയുക, ഞാൻ മരിക്കാൻ വന്നതാണ്. ഞാൻ വിവരിക്കുന്നില്ല, വിഷയമല്ലാത്തതുകൊണ്ട്. കർത്താവിന്റെ വിശേഷത 1, അവിടുന്ന് പറഞ്ഞ മരിക്കാൻ വന്നതാ. 2, എവിടെ വെച്ചാ മരിക്കുന്നെന്നും പറഞ്ഞു. 3, എങ്ങനെ മരിക്കുന്നെന്നും പറഞ്ഞു. 4, ആരാ കൊല്ലുന്നെന്നും പറഞ്ഞു. 5, ആ ഏത് വിധത്തിലുള്ള മരണമാണെന്നും സൂചിപ്പിച്ചു. 6, മരിച്ചു കഴിഞ്ഞ് ഉയർക്കുമെന്നും പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ഒറ്റ നേതാവും ഇല്ല. മരിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടില്ലല്ലോ. തന്നല്ലേ മരിക്കാൻ നേരത്തൊന്നും പറയാതല്ലേ പോയെ. നമ്മൾ ചോദിക്കുക, അപ്പച്ചൻ എന്നാ പറഞ്ഞു? അപ്പച്ചന് ഞങ്ങളെല്ലാവരും കൊണ്ടായിരുന്നു അപ്പച്ചൻ മരിക്കാൻ നേരത്ത്. അപ്പച്ചനിങ്ങനെ, പിന്നെ അപ്പച്ചനൊന്നും ബേച്ചാനെ കണ്ടപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ ചരിഞ്ഞു. പിന്നെ തങ്കച്ചാമ്മ എന്ന് കുലുക്ക് നോക്കിയപ്പോൾ ശരീരമല്ല, ഒന്നും പറഞ്ഞില്ലേ അപ്പച്ചൻ. അവിടെ അടുത്ത് നിന്ന പുള്ളി കണ്ണിക്കൂടാ പോയത്. എന്നത് ഒന്നും പറഞ്ഞില്ല. ഇവിടെ വന്ന അപ്പച്ചന്മാരെല്ലാം ഒന്നും പറയാ. നമ്മൾ എന്നിട്ടും പറയും അപ്പച്ചാ. പിന്നെ അപ്പച്ചൻ ഒന്നും പറയാനാ പോയത്. പക്ഷെ യേശു എല്ലാം ക്ലിയറാക്കി പറഞ്ഞാച്ചാ പോയത്. ഞാൻ മരിക്കാൻ വന്നതാ, മരിക്കും, എവിടെ വെച്ച് മരിക്കും, എങ്ങനെ മരിക്കും, ആര് കൊല്ലും, എങ്ങനെ കൊല്ലും, ഏത് വിധത്തിൽ മരിച്ചു കഴിഞ്ഞ് എന്തോ സംഭവിക്കും, ഉയർക്കും, ഇതും പറഞ്ഞു. ഇതുപോലെ ആരും പറഞ്ഞിട്ടില്ല. അതാ യേശുവിന്റെ വിശേഷത. അപ്പൊ കർത്താവ് ഇവിടെ പറയുക, സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. മരിച്ചവനായിരുന്നു. ഒന്നുകൂടെ വായിച്ച മോളെ 8-ാം വാക്യം. 2:8. മരിച്ചവനായിരുന്നു, വീണ്ടും എന്നേക്കും ജീവിച്ചവൻ, ഇന്നും ജീവിക്കുന്ന കർത്താവ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം ചത്തടിഞ്ഞ ദൈവമല്ല, ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. വാക്യം വായിച്ചേക്കാം, വ്യാഖ്യാനിക്കുന്നില്ല. ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവത്തിന്റെ വിശേഷത, ആമേൻ, മണ്ണോട് മണ്ണ് ചേർന്ന ദൈവമല്ല. കണ്ണുണ്ട് കാണുന്ന ദൈവമാ, ചെവിയുണ്ട് കേൾക്കുന്ന ദൈവമാ, മൂക്കൊണ്ട് മണക്കുന്ന ദൈവമാ, കൈകൊണ്ട് സ്പർശിക്കുന്ന ദൈവമാ, കാലുകൊണ്ട് നടക്കുന്ന ദൈവമാ. ആണെന്ന് 15-5 ഞാൻ 115-5 ഞാൻ വായിപ്പിക്കുന്നില്ല. വേണ്ട, വായിക്കണ്ട. വായിക്കണോ? 115:5 വായിക്കുമോളെ. ഏതായാലും വേദപുസ്തകം ഇല്ലയോ? അവയ്ക്ക് അതിനകത്ത് മേളിലുണ്ട് അവ ഏതാന്ന്. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. പിന്നെ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. ഞാൻ ഇങ്ങനെ അങ്ങ് പറയാ, അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല. പണ്ട് ആശാര്യോപദേശി പറഞ്ഞ ഒരു പദം ഞാൻ കടമെടുത്ത് പറയാം. പുള്ളി പറഞ്ഞു, എൻ്റെ ദൈവത്തിന് ചെവിയുണ്ട്, ചെവിക്ക് ഊട്ടയുണ്ടെന്ന്. പുള്ളി പറഞ്ഞതാ. കേട്ടായിരുന്നോ അത് വല്ലോ? ഞാൻ കേട്ടതാ. സ്തോത്രം. നീ പ്രാർത്ഥിക്കുന്ന ശബ്ദം കേൾക്കുന്ന ദൈവമാ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം ചത്തടിഞ്ഞ ദൈവമല്ല, മൺമറഞ്ഞ ദൈവമല്ല, എന്നേക്കും ജീവിക്കുന്ന ദൈവം.
ഈ ആയുസ്സിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്നാണെന്നറിയാമോ? ഈ യേശുവിനെ ആരാധിക്കുവാൻ, ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ, സത്യദൈവത്തെ ഭജിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. അതാ പരിചയപ്പെടുത്തി. ഞാൻ എൻ്റെ വാക്ക് അങ്ങ് നിർത്തുക. ഇനി അഭിനന്ദനമുണ്ട്. 9-ാം വാക്യം വായിച്ചേ മോളെ. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു. അതാ അഭിനന്ദനം. നീ ധനവാനാകുന്നു. നീ ധനവാനാ. ഏത് വിഷയത്തിലാണെന്നറിയാമോ? ആത്മീക സമ്പന്നത. അതാ ലവോദിക്ക സഭക്കാര് അവര് പറഞ്ഞു ഞാൻ ധനവാനെന്ന്. അത് അവര് തന്നെ പറഞ്ഞതാ, ഞാൻ ധനവാൻ, സമ്പന്നൻ. ഇവിടെ കർത്താവ് പറയുക നീ ധനവാനാ. നമ്മളല്ല പറയേണ്ടത്, കർത്താവ് പറയണം. അവര് ധനവാനാന്ന് പറയുമ്പോഴും കർത്താവ് അഗ്നിയാലയ്ക്കൊത്തുള്ള കണ്ണുകൊണ്ട് നോക്കിയാൽ പറയാ, നിന്നെ പോലെ ഒരു ഗതികേട് പിടിച്ചവൻ, അരിഷ്ടനും, കണ്ണ് കാണാൻ പാടില്ലാത്തവനും, വസ്ത്രമില്ലാത്തവനും, നിന്നെ പോലെ ഒരു കർമ്മദോഷി, അങ്ങനെ ലവോദിക്കക്കാരോട് പറഞ്ഞത്. പക്ഷേ അവൻ സ്മരണക്കാരോട് പറയാ നീ ധനവാനാ. എന്തുവാ നമ്മുടെ ധനം? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും. ആത്മീയ വിഷയത്തിൽ സമ്പന്നരാ, ദൈവ വിഷയം സംബന്ധിച്ച് സമ്പന്നരാകണം. അങ്ങനെയുള്ള ഇവരോട് 10-ാമത്തെ വാക്യത്തിൽ പറയുക പേടിക്കണ്ട. അങ്ങനല്ലേ മോളെ? 10-ാം വാക്യം വായിച്ചു നിർത്താം. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഭയപ്പെട്ടു പോകരുത്, പേടിക്കരുത്. എന്ത് പേടിക്കരുത്? ഒന്ന്, വരുവാനുള്ള സഹിപ്പാനുള്ള വിഷയങ്ങൾ കേട്ടും കണ്ടും നീ പേടിക്കരുത്. ഉയർത്തിയ ഒരു ദൈവമാ നമ്മുടെ കൂടുള്ളത്. സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരുവനാ നിന്റെ കൂടുള്ളത്. അതുകൊണ്ട് ശോധനകളും പരീക്ഷകളും പോരാട്ടങ്ങളും വരുമ്പോൾ ദൈവമക്കൾ പേടിക്കരുത്. ക്രിസ്തു ജീവിതം പരീക്ഷയുടെ ജീവിതമാണ്. ഈ പരീക്ഷയിൽ ജയിപ്പാൻ ദൈവം കൃപ നൽകും. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് അവൻ പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കൾ പേടിക്കരുത്, ഭയപ്പെടരുത്, പേടിച്ചു പോകരുത്. ഒന്ന്, ഭയപ്പെടരുത്. കാരണം പരീക്ഷയെ ജയിപ്പാൻ ദൈവം കൃപ തരും. 2-3 വാക്യം വായിച്ചങ്ങ് നിർത്താം, അതേ ഒക്കെ ഉള്ളു. ഭയപ്പെടേണ്ട. ഒന്ന്, പരീക്ഷകൾ വരുന്നതോർത്ത് ഭയപ്പെടേണ്ട. പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ട് ജയിച്ച യേശു നമ്മുടെ കൂടെയുണ്ട്. സകല പരീക്ഷകളും ജയിപ്പാൻ ദൈവം നിനക്ക് കൃപ നൽകും. 2, ഭയപ്പെടേണ്ട. ഉൽപ്പത്തി 15-1 വായിച്ചേ മോളെ. ഉൽപ്പത്തി 10 വായിച്ചങ്ങ് വിടുക. 15-1. അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമകത്തായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഈ വ്യാഖ്യാനിക്കുന്നില്ല. ജാതീയ ശക്തികളെ കണ്ട് നീ പേടിക്കരുത്, ദൈവം നിന്റെ പരിചയ. കാരണം 14-ാം അധ്യായ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ അബ്രഹാമിന് ജയമുണ്ടായി. പരാജയപ്പെട്ടവർ വീണ്ടും സൈന്യത്തെ കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും ഒരു യുദ്ധമുണ്ടായാൽ തന്നെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുമോ, താൻ ജാതികൾക്ക് അടിമയാകുമോ എന്നുള്ള ഭയം അകത്ത് കയറി. ഉള്ളമറിയുന്ന കർത്താവ് അബ്രഹാമിനോട് പറയാ, അവരാ ഭയപ്പെടേണ്ട, ഞാനാ നിന്റെ പരിച. ഒരു ജാതിക ശക്തി നിന്നെ ഒന്നും തൊടത്തില്ല. ദൈവം അറിയാതെ നിനക്കൊന്നും വരത്തില്ല. രാജാക്കന്മാരെ വാഴിക്കുന്നവനും നീക്കുന്നവനും സ്വർഗത്തിലെ ദൈവമാ. ഉന്നതനും അവന് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നുണ്ട്. ഞാൻ ദൈവമക്കളോട് പറയാറുണ്ട്, ഇവിടെ ആര് ഭരിച്ചാലും ദൈവമക്കൾ പേടിക്കണ്ട, ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാ നമ്മളെ ചുമതലപ്പെടുത്തിയത്. പിണറായി വിജയൻ അവർ ഇപ്പൊ ഭരിക്കുന്നു, ഇനിയും ഭരിക്കുന്നെങ്കിൽ ഭരിക്കട്ടെ. അല്ല, ഇനി കോൺഗ്രസ് കയറി വി.ഡി. സതീശനോ ചെന്നിത്തലയോ അതൊന്നും എനിക്കറിയാൻ മേലെ, ഞാനങ്ങ് വായു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഷാബി പറമ്പിലോ അല്ല, സ്ഥാനം മാറ്റിയെങ്കിലും സുധാകരനോ ആര് വേണമെങ്കിലും ഭരിക്കട്ടെ. സുധാകരൻ ഭരിച്ചാലും കുഴപ്പമില്ല, സതീശൻ ഭരിച്ചാലും കുഴപ്പമില്ല, പിന്നെ ആരാ, ചെന്നിത്തല ഭരിക്കട്ടെന്നേ ആരെങ്കിലും. അതല്ല, പിണറായി സർക്കാർ തുടർന്ന് ഭരിക്കട്ടെ. നമ്മളെ ഏൽപ്പിച്ചത് എന്നാന്നറിയാമോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. അല്ലാതെ പെന്തിക്കോസുകാരൻ വോട്ട് പിടിച്ച് നടക്കാനും കൊടി പിടിച്ച് നടക്കാനും ഇൻകിലാബ് അതൊക്കെ അവർ ചെയ്തോളൂ. അവർക്ക് അണികളുണ്ടെന്നേ.
നീ വേലപുസ്തകമായിട്ട് സഭയെ വാ. അന്നേരം നീ പോയി പമ്മി ഇരിക്കുക ബൂത്തിനകത്ത്. എടാ ഊള, നിന്നെ ഏൽപ്പിച്ചത് ഇതാ. യേശുവിന്റെ സാക്ഷ്യം വഹിക്കണം. ജയ് വിളിക്കാനും ഇംഗിലാ വിളിക്കാനും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്ക് അനുയായികളുണ്ട്, അവർ ചെയ്യട്ടെ. ഞാനും നീയും ചെയ്യേണ്ടത് ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭരണപക്ഷത്തിനും പ്രാർത്ഥിക്കണം, പ്രതിപക്ഷത്തിനും പ്രാർത്ഥിക്കണം, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നമ്മളെ ഏൽപ്പിച്ചത്. ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ BJP ഭരിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്നു, ഭരിക്കട്ടെ. ഇനി അടുത്തത് രാഹുൽ കയറുന്നെങ്കിൽ കയറട്ടെ, നമുക്കെന്നെ. പിന്നെ പ്രിയങ്ക കയറ്റുന്ന ആരേലും കയറ്റി, നീ വയ്യെങ്കിൽ സോണിയ കയറുന്ന കയറട്ടെ. മിണ്ടുന്നില്ല. യൂടി നിങ്ങൾക്ക് ഭരിക്കണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇന്ത്യ മഹാരാജ്യം ആര് ഭരിക്കട്ടെ, ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ എന്നെ നിന്നെ ദൈവം വരമേൽപ്പിച്ചേ. പ്രധാനമന്ത്രിക്ക് വേണ്ടിയും ക്യാബിനറ്റ് മന്ത്രിമാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് വേണ്ടി, ഉപരാഷ്ട്രപതിക്ക് വേണ്ടി, വ്യോമസേന, നാവികസേന, കരസേന, ഇതിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ രാജ്യത്തല്ലേ പാർക്കുന്നേ, ഈ സംസ്ഥാനത്തല്ലേ പാർക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചത് വോട്ട് പിടിക്കാനും ഇലക്ഷൻ നടത്താനുമല്ല, നമ്മളെ ഏൽപ്പിച്ചത് ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. ആര് ഭരിച്ചാലും ദൈവമറിയാലൊന്നും നടക്കത്തില്ല. ദൈവമറിയാലോ ഒരു വിരല് പോലും ആരും അണക്കത്തില്ല. രാജാക്കന്മാരെ വാഴിക്കുന്നവനും നീക്കുന്നവനും സ്വർഗത്തിലെ ദൈവമാ. എടാ, രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിക്കും. അതുകൊണ്ട് ദൈവമക്കൾ ചഞ്ചലചിത്തരാകരുത്. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഒന്ന്, നീ ഭയപ്പെട്ടു പോകരുത്. എന്താ, നിനക്ക് വരാൻ പോകുന്ന പരീക്ഷകൾ കണ്ട് പേടിക്കരുത്. ഉയർത്ത് ജീവിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടുണ്ട്. രണ്ട്, ജാതീയ പോരാട്ടം കണ്ട് നീ പേടിക്കരുത്. അബ്രഹാമിനോട് പറയുക, ഞാൻ നിന്റെ പരിചയ. ഇന്ന് രാത്രി യഹോവയായ ദൈവം സൂര്യനും പരിചയം. യഹോവയുടെ ദോഷവും തട്ടാടവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. ഇന്ന് രാത്രി ഭയപ്പെട്ടു പോകരുത്. ഓടിച്ചോടിച്ച് നിർത്തുക. മോളെ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13 വായിച്ച് വേഗത്തിൽ. പുറപ്പാട് 14-13 വായിരേ. അതിന് മോശെ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പി. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളു. നിന്റെ പുറകെ പാരമ്പര്യ ശക്തി വരിക. ഫറവോനും സെലക്ട് ചെയ്ത 600 ഇരുമ്പുരഥങ്ങളും പിന്നെ അസംഖ്യം കുതിരപ്പടയും. ഇതൊന്നും കണ്ട് നീ പേടിക്കരുതെന്ന്. സ്തോത്രം. അവൻ വരുന്നത് എന്തിനാന്നറിയോ? പിടിക്കുമെന്നും പറഞ്ഞ 15-9 വായിച്ചേ മോള്. 15 പറവാൻ വരുന്നത് പ്രാർത്ഥിക്കാനൊന്നുമല്ല, പിന്നെന്നാ? ഞാൻ പിന്തുടരും. അതാ അവൻ വരുന്ന പ്രാർത്ഥിക്കാനാന്നോ? നമ്മൾ ഓർക്കുന്നത് ഏതായാലും പറവാൻ പ്രാർത്ഥിക്കാനാന്നാ പോന്നെ. ഇപ്പോൾ നമുക്ക് നിക്ക് ഇവൻ വരുന്നത് ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എന്റെ ആശ അവരാൽ പൂർത്തിയാകും. മിക്കവാറും ഞാൻ എന്റെ ഊരും. വാളൂരി അതിലേക്ക് ഒരു പയറുണ്ടായിരുന്നു, വാളൊക്കെ ഊരി അതിലെ നീ അതിലെ വാള് വെച്ച് നടക്കുന്നതല്ലാതെ ദൈവജനത്തെ തൊടാൻ. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കൂ. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും. ചെല്ലും പിടിക്കും. പത്രം ഞാൻ ഭാഗിച്ചിടും. പത്രം ഞാൻ ഭാഗിച്ചിടും. തൃപ്തിപ്പെടുമെന്ന മാത്രയെ കൊണ്ടുമുട
നിറയ്ക്കും. കാനാൻ പ്രജകളെല്ലാം സാവകമായി ദ്രവിക്കും. അഭയവും വിറയും ആയവരെ പിടിക്കും. പാടും പരമനു പരിചോട് ഞാൻ പറ്റുമപ്പനു സതതം ജയ. പാടും പരമനു പരിചോട് ഞാൻ. ഓടും വജിയ സാധിയോടു കൂടവേ കടലൂടെ തള്ളി തേജസോടെ പ്രബലം. കടലൂടെ തള്ളി തേജസോടെ പ്രബലം. പാടും പരമനു പരിചോട് ഞാൻ പറ്റുമപ്പനു സതതം ജയ. പാടും പരമനു പരിചോട്. അപ്പൊ ശ്രദ്ധിക്കുക, പറവാൻ പുറകെ വരിക. ഞാൻ പിടിക്കും, പിന്തുടരും, കൊള്ള പങ്കിടും. എന്റെ ആശയം അവരാൽ പൂർത്തിയാക്കും. ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും. എന്റെ കൈ അവരെ നിഗ്രഹിക്കും. ഇങ്ങനൊക്കെ പറഞ്ഞു വന്ന കക്ഷിയും കൂട്ടുകക്ഷികളും പിണ്ടി ഒഴുകി നടക്കുന്നത് പോലെ. സ്തോത്രം. സൈമൺ സാറിന്റെ ഭാഷ പറഞ്ഞ ആ ചമ്മന്തിക്ക് പോലും ഒരെണ്ണത്തിനെ ഇട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് മോശ പറയുക, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്. യഹോവ നിങ്ങൾക്ക്. നിന്റെ പിന്നാലെ വരുന്ന പാരമ്പര്യ ശക്തികളെ കണ്ട് പേടിക്കുവൊന്നും വേണ്ട. സൈന്യങ്ങളുടെ യഹോവ നിന്റെ കൂടുണ്ട്. നിനക്കൊരു ദോഷവും വരികയില്ല. ഒരു ശക്തിയും നിന്നെ തൊടുകയില്ല. ഭയപ്പെടേണ്ട. ഒരു വാക്യം കൂടെ വായിച്ച് നിർത്തിയേക്കാം. അപ്പോൾ ഇപ്പം എത്ര വാക്യം പറഞ്ഞ് ഭയപ്പെടേണ്ട? 4 അല്ലേ? ഓ എൻ്റെ കൊച്ചേ, ഭാഷ എടുക്കുന്നുണ്ടല്ലോ. 4 അന്ന് 5 ഒരു കണക്കായിക്കോട്ടെ. ദാവീദ് 5 കല്ലല്ലിയോ എടുത്തേ. അപ്പോൾ ഒരു 5 കണക്കിരിക്കട്ടെ. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. നിർത്തി, പ്രസംഗം നിർത്തി. ബൈബിൾ പിടിച്ചോ. ഇനി അതിരിക്കുമ്പോൾ അയാൾക്ക് വേണ്ടൊന്നും വേണ്ട. നിർത്തി. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനാകുന്ന ശൗലിന്റെ നിലമെല്ലാം നിനക്ക് മടക്കി തരുന്നു. നീയോ എന്നിട്ട് പറയാ, നീയോ നിത്യം എന്റെ മേശയിന്ന് ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. പേടിക്കണ്ട. 2 കാലം മുടന്തുള്ള പരുവക്കേടുകാരനാ മെഫീബോശേത്ത്. യോനാഥാന്റെ മകനാ, ശൗലിന്റെ കൊച്ചുമകനാ. അപ്പനും വല്യപ്പനും ചത്തെന്ന് കേട്ടപ്പം ഇവനെ നോക്കുന്നൊരു തള്ള കൊച്ചിനെ എടുത്തോണ്ട് ഒരു ഓട്ടം ഓടിയപ്പോൾ ഇത് പൊത്തുവന്ന് താഴെ വീണ് ആ വീഴ്ചയ്ക്ക് 2 കാലും മുടന്തി. 5 വയസ്സേ ഉള്ളൂ. 5 വയസ്സുള്ള കൊച്ചിനെ എടുത്തോണ്ട് തള്ള ഓടാവും. അത് ഓടി കൊച്ചു പൊത്തുവന്ന് താഴെ വീണ് കാല് 2ഉം പോയി മുടന്തി. ഒടുവിൽ ലോദേബാരി പോയി കിടന്നു. ചുരുക്കി പറഞ്ഞാൽ ലോദേബാരിന്ന് പൊക്കിയെടുത്ത് ദാവീദ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിർത്തിക്കാണാൻ സാധ്യതയില്ല. കാരണം 2 കാലം മുടന്ന ഇരുത്തിയ ജീവൻ അങ്ങോട്ടൊരു നോട്ടം നോക്കിയപ്പം ദാവീദ് ഇരിക്കുക. ഇവൻ്റെ അകവാള് വെട്ടിപ്പോയി. കാരണം അപ്പനെ കൊന്നു, വല്യപ്പനെ കൊന്നു, കുടുംബം മുഴുവൻ കുളം തോണ്ടി. അങ്ങനെ ആ നാട്ടറിവ്. അപ്പം യവൻ ചിന്തിച്ച്, ദൈവമേ, എൻ്റെ അപ്പനെ തട്ടി വല്യപ്പൻ ശൗല്, അപ്പനെയും വല്യപ്പനെയും തട്ടി. അപ്പൻ യോനാഥാൻ അപ്പനെ തട്ടി, വല്യപ്പനെ തട്ടി, കുടുംബം മുഴുവൻ കുളം തോണ്ടി. എൻ്റെ ദൈവമേ, 2 കാലം മുടന്തിയേച്ച് വരണ്ട സ്ഥലമാകുന്ന ലോദേബാരി കിടന്നിട്ട് അവിടെയും കിടത്തുകയല്ലേ. പൊക്കിക്കൊണ്ട് വന്നിരിക്കുക, കൊണ്ടിരുത്തിയിരിക്കുക. പെട്ടുപോയല്ലോ ദൈവമേ. കൊല്ലാനാന്നോ അറക്കാനാന്നോ തിന്നാനാന്നോ കണ്ടിക്കാനാന്നോ എന്തോ ഓടാനും ഒക്കത്തില്ലല്ലോ ദൈവമേ എന്ന് പേടിച്ചരണ്ട്. ഇവൻ്റെ അകത്ത് ഭയം അങ്ങോട്ട് കയറിയപ്പോൾ, അകത്ത് ഭയം മുഖത്ത് പ്രതിഫലിപ്പിച്ചപ്പോൾ ബുദ്ധിയുള്ള ദാവീദിന് പിടികിട്ടി. ഇവൻ പേടിച്ചരണ്ട്. ദാവീദ് ഭയങ്കര ബുദ്ധിമാൻ. അതല്ലേ തുപ്പൽ വെക്ക് വലിപ്പിച്ച് ഇങ്ങനെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ബുദ്ധിയാ പുള്ളിക്ക്. അപ്പോൾ അതുകൊണ്ടല്ലേ പറഞ്ഞ നിന്റെ അപ്പനും അവൻ്റെ ആൾക്കാരും ഭയങ്കര ബുദ്ധിമാന്മാരാണ്.
ബുദ്ധിയുള്ള ദാവീദിന് മനസ്സിലായി ഇവൻ പേടിച്ചിരണ്ടിരിക്കുക, മുഖത്ത് കാണാൻ ഭയം. അങ്ങനെ പേടിച്ചിരിക്കുന്നവനെ നോക്കി വെച്ച് ദാവീദ് 9:7 പറയാ, ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട, എടാ നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതല്ല, കണ്ടിക്കാൻ കൊണ്ടുവന്നതല്ല, പിന്നെ നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ ദയ കാണിച്ച് നിന്റെ വല്യപ്പനാകുന്ന ശൗലിന്റെ മുഴുവൻ നിലങ്ങളും ഞാൻ നിനക്ക് തിരിച്ചു മടക്കി തരിക. എന്നിട്ട് പറയുക, നീയോ നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. ശാപ്പാട് കഴിച്ചോ, നിത്യ ഈ മേശയെന്ന് കഴിക്കണം. എന്താ ഇതിന്റെ ആത്മീയ അർത്ഥം? പാപത്തിന്റെ മുടന്ത് പേറി. ലോദേബാര് വരണ്ട സ്ഥലമാ, ആർക്കും വേണ്ടാതെ വരണ്ട സ്ഥലത്ത് കിടന്ന എന്നെയും നിങ്ങളെയും കാൽവറിയിൽ ഒരുവൻ ജീവനെ തന്ന് അവിടുത്തെ തിരുരക്തത്താൽ അതിക്രമം കണ്ട പാപമോചന വീണ്ടെടുപ്പ് നൽകി ഈ കൊട്ടാരമാകുന്ന ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്ന് ഇതിനകത്തെ ഭക്ഷണമെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തരിക. ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. പിന്നെ വീട് വിട്ടുപോയ മുടിയംപുത്രൻ തിരിച്ചു വന്ന് അവനും വന്നപ്പോൾ അപ്പം ഇവനെ കൂലിക്കാരനൊരുത്തനെ പോലെ ആക്കണമെന്നും പറഞ്ഞാൽ വന്നത്. പക്ഷേ കണ്ടോടനെ അപ്പനോട് ചെന്ന് കെട്ടിപ്പിടിച്ച് ഇവനെ അകത്തോട്ട് കൊണ്ടുവന്ന് അപ്പം ബാല്യക്കാരെല്ലാം അന്തം പെട്ട് എന്നോടാ നോക്കി നിൽക്കുന്നത്, കാളയെ പിടിച്ച് കണ്ടിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഒരുത്തൻ കാളയുടെ നീ അവന് ചെരുപ്പ് കൊണ്ട് കൊടുക്കാം. അപ്പം ഒരുത്തൻ ചെരുപ്പ് കൊണ്ട് കൊടുത്തു. ഒരുത്തൻ തുണി കൊണ്ട് കൊടുക്കണം, മുഷിഞ്ഞിരിക്കുന്ന കണ്ട്. അപ്പോൾ ഒരുത്തൻ നല്ല വസ്ത്രം കൊണ്ട് കൊടുത്തു. ഒരുത്തനോട് പറഞ്ഞു, ഇത് ഊരി അങ്ങോട്ട് അവൻ്റെ കയ്യിലോട്ടിടാൻ. അപ്പം മോതിരം കൊടുത്തു, ചെരുപ്പ് കൊടുത്തു, വസ്ത്രം കൊണ്ട് കൊടുത്തു. ഒരുത്തൻ കാളയെ കണ്ടിക്കാൻ പോയി. എന്തെല്ലാം മേളമാ അവിടെ നടന്നത്. ഇവൻ കൂലിക്കാരനെ പോലെ ആക്കണമെന്നാ പറഞ്ഞ്. അങ്ങനല്ല, ഇവനെ വീണ്ടും അങ്ങ് അണയ്ക്കുക. സ്തോത്രം. അകത്തോട്ട് കയറ്റി കാളയൊക്കെ കണ്ടിക്കുകയല്ലേ അപ്പൻ്റെ വീട്ടിലേ. അപ്പോൾ മട്ടൻ ഇരിക്കുന്നു, മട്ടൻ ചാംസ്, ഇപ്പറേ ബീഫ് ഒലത്തിയത്. എവനാനെ കുറേ നാളായിട്ട് വാള വരെ അടിച്ച് പരുവക്കേടായി, വയറ്റുവേദനയായി. എന്നാടാ ജോയിക്കുട്ടി? വാള വരെയാണെന്ന് തോന്നുന്നു. അതും പന്നിയും കൊടുക്കുന്നില്ല. പന്നിക്ക് പോലും ഇവനോട് ഈ കുട്ടൻ പന്നിക്ക് വല്ലോ ഇവനെ കണ്ടാൽ മനസ്സിലാകുമോ എന്ന് പറഞ്ഞു. എടാ ഞങ്ങൾക്ക് തന്നാ, നീ മാറാൻ പറഞ്ഞു. അപ്പം ഇതെല്ലാം പരുവക്കേട് കിടന്ന് ഇവനെ മുഷിഞ്ഞ് വല്ലാത്ത പരുവക്കേടില്ല. എമ്മി ചെറിയാച്ചൻ പാടിയിരിക്കുന്ന പാട്ടിന്റെ വരി ഇങ്ങനെ, കെട്ടമകനെ പോലെ ദുഷ്ട വഴികളിൽ ഇഷ്ടം പോ ഞാൻ നടന്നു, കെട്ടമകനെ പോലെ ദുഷ്ട വഴികളിൽ ഇഷ്ടം പോ ഞാൻ നടന്നു, എന്നെ കെട്ടിപ്പിടിച്ചു മുത്തമിട്ടങ്ങു സ്വീകരിപ്പാൻ ഇഷ്ടപ്പെടുന്നപ്പന എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ. അപ്പൊ ഇങ്ങനെയുള്ളൊരു അപ്പനവനെ അകത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ മട്ടൻ ചാംസ്, അപ്പോൾ അത് പാത്രം തുറന്നപ്പോൾ അത് ബീഫ് ഒലത്തിയത്. അതെന്തുവാന്ന് ചോദിച്ചു. അത് ചിക്കൻ നിർത്തി പൊരിച്ചതാന്ന് പറഞ്ഞു. അപ്പം അപ്പറേ കുട്ടനാടൻ താറാവ്. ഇപ്പം നിങ്ങൾ പറയാ പാസ്റ്റർ മനുഷ്യനെ കൊതിപ്പിക്കാൻ ഒന്നാമത് വിശന്നിരിക്കുക. അപ്പം അതിനിപ്പറേ കൊമരകൻ കരിമീൻ പൊള്ളിച്ചത് വാഴയിലേക്കകത്ത് എല്ലാം ഇങ്ങനെ ഇരിക്കുക. അവനെ കുറേ നാളായിട്ട് അതിലെല്ലാം നടന്ന് വാള വരെയും തിന്ന് പന്നിയുടെ കുത്തും മേടിച്ച് ഇവനിത് കണ്ട അന്തം വിട്ടുപോയി. ഈ വീട്ടിനകത്തെ അന്തം വിട്ടേച്ച് ഇവനെ അപ്പനെ ഒന്ന് നോക്കി, ഈ ഭക്ഷണമെല്ലാം നോക്കി. പിന്നെ അപ്പനെ ഇവൻ കഴിക്കുന്നതിന് മുന്നേ ഒരു പാട്ട് പാടിയെന്ന TKS പാടിയേക്കുന്നത്. TKS. അപ്പം ഇവൻ അപ്പനെ നോക്കിയിട്ട് പറയാം, ഇന്നു ഞാൻ നിന്നോടത്ത് പന്തിയിൽ മോദമായി ഇന്നു ഞാൻ നിന്നോടത്ത് പന്തിയിൽ. ആടെ പാടുന്നില്ല ദൈവത്തിന് മഹത്വം. ഈ നല്ല വീട്ടിൽ കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടു പോയ പിതാവിന്റെ പിതൃസ്വത്ത് മുഴുവൻ നമുക്ക് തിരിച്ചു തന്നിരിക്കുക. ഇന്ന് രാത്രി നീ ഭയപ്പെട്ടു പോകരുത്, ഭയപ്പെടരുത്. എന്നും ഈ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ഇന്ന് രാത്രി ഈ ദൈവപൈതലെ ഒന്ന്, പരീക്ഷകൾ കണ്ട് പേടിക്കരുത്, ഉയർത്ത കർത്താവ് കൂടെയുണ്ട്. 2, ജാതിക ശക്തികളെ കണ്ട് പേടിക്കരുത്, ദൈവം നമ്മുടെ പരിചയ.
3, പാരമ്പര്യ ശക്തികളെ കണ്ട് പേടിക്കരുത്. യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. 4, മുണന്തൊണ്ടെന്നോർത്ത് നിരാശപ്പെടരുത്. നല്ല വീട്ടിൽ നിന്നെ കൊണ്ടുവന്ന് കയറ്റി ദൈവസഭയാകുന്ന വീട്ടിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്ന് ദൈവത്തോട് മനുഷ്യനും കുറ്റമറ്റ മനസ്സാക്ഷിയോട് ജീവിച്ച് തിരുമേശയെടുത്ത് പ്രാർത്ഥന കഴിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അവരെ ചേർക്കാൻ യേശു വീണ്ടും വരും. കണ്ണട